Good morning. So last day, incidence of income, Indian income, foreign income, resident and ordinarily residents in a taxable. Another resident but not ordinarily resident in a taxable. Then non-resident in a taxable. So number sum up Indian income. So Indian income is taxable for all irrespective of residential status. Then second, global income. Global income is taxable for resident and ordinarily resident. Global income is taxable for resident and ordinarily resident. Okay. So, last day discuss Indian income in the so in-depth discuss. So, I will examine residential status and incidence of income. Questions were around, adjustments were around, basically. So, income. Okay. So, income. So, heads of income, basically, income. Two type of income. Another type of income. Another Indian income and foreign income. So, Indian income. Other income, foreign. Foreign income. Okay. So, what income, Indian income, another in the condition sides. Indian income, രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ഇന്ത്യൻ ഇൻകം ആവും. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നത്? ഒന്നുകിൽ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അക്രൂവൽ ഓർ റിസീവ്. കറക്ഷൻ ആണ്. ഇൻകം ശ്രദ്ധിക്കുക, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ. സോ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നില്ല, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓർ deemed to be received in India. So actual receipt on illa, പക്ഷേ deeming provision lode it is deemed to be received in India. Or income deemed to be received in India. Okay. So ഒന്നുകിൽ ഇന്ത്യയില് ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടാവണം, ഇന്ത്യൻ ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ ഈ രണ്ട് കേസിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? അത് ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കും. അടുത്ത എന്തായിരുന്നു രണ്ടാമത്തത്? ഇന്ത്യൻ ഇൻകം ഒന്നുകിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എറൈസ് ചെയ്യണം. സോ ഇൻകം accruing or arising in India. Income accruing or arising in India. Income accruing or arising in India. Then today അതേപോലെ ഇതുകൊണ്ട് or income deemed to be accruing or arising in India. Okay. So Indian income ആണെങ്കിൽ ഒന്നുകിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അറൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. സോ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇൻകം. ഈ പറയുന്ന കണ്ടീഷൻ ഒന്നും തന്നെ ഇല്ല എങ്കിൽ, സോ ഇന്ത്യയിലല്ല റിസീവ് ചെയ്യുന്നത്, ഡീമിംഗ് പ്രൊവിഷൻ എടുത്താലും ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ല. അപ്പൊ നമ്മൾ എന്ത് നോക്കും? അക്രൂ അല്ലെങ്കിൽ എറൈസ് ഇൻ ഇന്ത്യ ആണോ? ദെൻ അടുത്ത എന്താണ്? ഡീമിംഗ് പ്രൊവിഷൻ വെച്ചിട്ട് ഡീംഡ് ടു ബി അക്രൂ എറൈസ് ഇൻ ഇന്ത്യ ആണോ? അല്ല. ഈ പറയുന്ന ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻകം അതർ ദാൻ, ഓക്കെ, ഇൻകം അതർ ദാൻ ഇന്ത്യൻ ഇൻകം. സോ അതിനെല്ലാം നമുക്ക് എന്താ പറയാം? അതർ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ ഇൻകം. സോ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ? അതെന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും അത് എന്തായിട്ട് കണക്കാക്കും? ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കും.
ദെൻ അടുത്ത സെനാരിയോ എന്താണ്? റിസീവ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലല്ല. സോ പലതും ചെയ്യാറുള്ളതാണ്. സോ ഇന്ത്യയിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്തിയിട്ട് സോ ദാറ്റ് മീൻസ് അക്രൂ അല്ലെങ്കിൽ എറേസ് ചെയ്യുന്ന ഇന്ത്യക്ക് പുറത്ത് അതിന്റെ പേയ്മെന്റ് മേടിക്കും. സോ അങ്ങനെയാണെങ്കിലും എന്താണ്? റിസീവ് ചെയ്യുന്ന ഇന്ത്യക്ക് പുറത്താണ്, പക്ഷേ ഇൻകം അക്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ എറേസ് ചെയ്യുന്ന എന്താണ്? ഇന്ത്യയിലുള്ള ബിസിനസ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രൊഫഷൻ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്ന ഇൻകം എന്തായിട്ട് കണക്കാക്കും? ഇന്ത്യൻ ഇൻകം ആയിട്ടാണ്. അല്ലെങ്കിൽ ഡീം ടു ബി അക്രൂ ഓർ എറേസ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഇന്ത്യൻ ഇൻകം ആയിട്ട് കണക്കാക്കും. ദാറ്റ് മീൻസ് ഇതൊന്നും അല്ല എങ്കിൽ, ഇന്ത്യൻ ഇൻകം അല്ല എങ്കിൽ, ഇന്ത്യൻ ഇൻകം അല്ല എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻ നോക്കണം. റിസീവ് ചെയ്യുന്ന ഇന്ത്യയിലാണോ, ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണോ, അല്ലെങ്കിൽ എന്താണ് അക്രൂ അല്ലെങ്കിൽ എറൈസ് ഇൻ ഇന്ത്യ ആണോ, അല്ലെങ്കിൽ ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആണോ. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇൻകം ഈസ് അതർ ദാൻ ഇന്ത്യൻ ഇൻകം. ദാറ്റ് മീൻസ് അതിനെ എന്ത് വിളിക്കാം? ഫോറിൻ ഇൻകം. ക്ലിയർ ആണോ? ഇനി അതിനകത്ത് നോക്കണ്ടേ, ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീംഡ് ടു ബി received in India. Okay. So that means actually previous year received ചെയ്തിട്ടില്ല, but it is deemed to be received. So deeming portion ആണ് ഇന്ത്യയിലാണ് received. So അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ കേസ് എന്താ? Deemed to be accrue or arise in India. Deemed to be accrue or arise. So ഇതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So section 7 ലാണ് പറയുന്നത് income deemed to be received in India. Income deemed to be received in India. നോക്കാം, ഈ പറയുന്ന സെനാരിയോയിലാണ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സെക്ഷൻ 7 ആണ് പറയുന്നത്. സെക്ഷൻ 7 ഒന്ന് ശ്രദ്ധിക്കാം. ഫോളോയിങ് ഷാൽ ബി ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഫോളോയിങ് ഇൻകം ഷാൽ ബി ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ബൈ the assessee during the previous year, irrespective of where the assessee had actually received the same or not. ഉണ്ടോ? സോ നോക്കണ്ടേ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ആക്ച്വലി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ബട്ട് സെക്ഷൻ 7 പ്രകാരം ഈ പറയുന്ന കേസസ് പ്രീവിയസ് ഇയർ ആക്ച്വലി ആ പറയുന്ന അസസി അല്ലെങ്കിൽ പേഴ്സൺ റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ. സോ ഫസ്റ്റ് വൺ, employers contribution to RPF. Employers contribution to RPF in excess of 12% of salary. So നമ്മൾ വെരി നെക്സ്റ്റ് ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. സാലറി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. സോ എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എംപ്ലോയർ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി സോ എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ട് എന്താണ് സാലറി, അതിനകത്ത് നമുക്ക് ബേസിക് ഉണ്ടാവും, ബേസിക് സാലറി, ദെൻ അഡീഷണൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അതുകൂടാതെ ഈ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സോ എംപ്ലോയിയുടെ ഇതിനകത്ത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എംപ്ലോയിക്ക് കൊടുക്കേണ്ട സാലറിയിൽ നിന്ന് എംപ്ലോയിക്ക് കൊടുക്കില്ല. സോ എംപ്ലോയി ആണ് നമ്മുടെ പ്രീവിയസ് അസസി. എംപ്ലോയിക്ക് ആക്ച്വലി എന്താണ് പ്രീവിയസ് ഇയറിൽ കൊടുക്കില്ല, അതിന് പകരം എന്ത് ചെയ്യും? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് 12% ഓഫ് സാലറി. സോ സാലറിയുടെ 12% മുകളിൽ വന്നാൽ അത് എന്തായിട്ട് കൂട്ടും? ഡീംഡ് ആയിട്ട്, ഡീമിംഗ് പോർഷൻ ആയിട്ട് എന്താണ്? റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ നമ്മൾ സാലറി ഹെഡ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി എന്തായിട്ട് കൂട്ടും? സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, ടാക്സബിൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് എന്താണ്? ഈ പറയുന്ന അസസി അല്ലെങ്കിൽ എംപ്ലോയിക്ക് ആക്ച്വലി പ്രീവിയസ് ഇയറിൽ എന്താണ് സാലറിയുടെ പാർട്ടായിട്ട് ഈ ഫണ്ട് കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ എവിടെ പോയിട്ടുണ്ട്? എംപ്ലോയിയുടെ പേരിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ശ്രദ്ധിക്കുക, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ്. സോ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും, പക്ഷേ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ആക്ച്വലി എംപ്ലോയിയുടെ കയ്യിൽ കിട്ടുന്നില്ല, റിസീവ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ആയിട്ട് എന്താണ്? ടാക്സബിൾ സാലറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. സോ ഡീമിംഗ് പ്രൊവിഷനിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യയിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ പറയുന്നത്
Interest credited to RPF. Interest credited to recognized provident fund. So employer employee contribute ചെയ്യുന്നുണ്ട്. So അതിന്റെ പുറത്ത് എന്താണ് RPF നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. സോ അത് ഉണ്ടോ ഇവിടെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നില്ല, RPF-ലേക്ക് വന്ന കോൺട്രിബ്യൂഷന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടുക. അത് മൊത്തം ഇൻട്രസ്റ്റ് അല്ല, ഇൻ എക്സസ് ഓഫ് 9.5% per annum. സോ 9.5% കൂടുതലാണ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എങ്കിൽ ആക്ച്വലി അത് എന്ത് കിട്ടുന്നില്ല, പ്രീവിയസ് ഇയറിൽ എംപ്ലോയിക്ക് അല്ലെങ്കിൽ അസസിക്ക് അത് കയ്യിലേക്ക് കിട്ടുന്നില്ല, റിസീവ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ദെൻ അതും എന്താണ് നമ്മൾ സാലറി ഹെഡ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, ടാക്സബിൾ സാലറിയിൽ ഇൻക്ലൂഡ് ആണ്. സോ ഉണ്ടോ ഈ രണ്ട് കാര്യങ്ങളും ആക്ച്വലി പ്രീവിയസ് ഇയറിൽ എംപ്ലോയിയുടെ കയ്യിൽ കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് എംപ്ലോയിക്ക് റിസീവ് ചെയ്യുന്നില്ല, ആക്ച്വലി റിസീവ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ അല്ലേ? Then amount transferred from. So URPF means unrecognized provident fund il ninna engote transfer edu recognized provident fund lekkulla transfer being employees contribution and interest thereof. So employee contribution then adinte porthulla interest um endana unrecognized provident fund il ninna recognized provident fund lekku transfer ചെയ്താൽ നമുക്ക് എന്തായിട്ട് കിട്ടും, ആക്ച്വലി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നില്ല, but it is treated as deemed to be received in India. That contribution made by central government or any other employer in the previous year under a pension scheme referred in section 80 CCD. So ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ 80 CCD ഒക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡിഡക്ഷൻ ചാപ്റ്ററിൽ, ഡിഡക്ഷൻസ്. ഓക്കെ, സോ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യയിലെ ഫസ്റ്റ് 3 കേസും നമ്മൾ മെയിൻ ആയിട്ട് അടുത്ത വെരി നെക്സ്റ്റ് ഹെഡിൽ അതായത് സാലറീസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അവിടെ നമ്മൾ എന്താണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, സാലറിയുടെ കേസ്, ഇതിനകത്ത് എന്താണ് സാലറി എന്നുള്ളതെല്ലാം നമ്മൾ അവിടെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന 4 ഐറ്റംസ് ആക്ച്വലി പ്രീവിയസ് ഇയറിൽ അസസി അല്ലെങ്കിൽ പേഴ്സണ് റിസീവ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്. ദാറ്റ് മീൻസ് എന്താണ്, ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ പറയുന്ന 4 കാര്യങ്ങളും അസസിക്ക് കിട്ടിയതായിട്ട് കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അതാണ് ഡീംഡ് ടു ബി റിസീവ്ഡ്. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ഈ പറയുന്ന അസസി റിസീവ് ചെയ്തിട്ടില്ല, ബട്ട് ഡീമിംഗ് പ്രൊവിഷനിലൂടെ എന്താണ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അതാണ് സെക്ഷൻ 7. ആക്ച്വലി റിസീവ് ചെയ്തിട്ടില്ല അസസി, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷൻ 9 ആണ് ഇൻകം ഡീംഡ്. സോ ഉണ്ടോ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു ഉണ്ടോ, ഇന്ത്യൻ ഇൻകത്തില് ഒന്നുകിൽ പക്ക റിസീവ് ഇൻ ഇന്ത്യ, ദെൻ ഡീം ടു ബി റിസീവ് ഇൻ 4 കേസസ് ആണുള്ളത്. സോ മേജർലി അത് നമ്മുടെ സാലറി ആയിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് ഡീമിംഗ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എല്ലാം വരുന്നത്. നമ്മൾ വെരി നെക്സ്റ്റ് ഹെഡിൽ തന്നെ അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ദെൻ ഒന്നുകിൽ എന്താണ് ഇൻകം അക്രൂ ഓർ എറൈസിംഗ് ഇന്ത്യ, അല്ലെങ്കിൽ ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, സെക്ഷൻ 9 സബ്സെക്ഷൻ സെക്ഷൻ 9 പറയുന്നത്. സെക്ഷൻ 9 സബ്സെക്ഷൻ 1 ദെൻ ക്ലോസ് പലതായിട്ടാണ് നമ്മളത് ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പല പല ഇൻകംസ്. സോ ഇനി എന്താണ് ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ്. സെക്ഷൻ 9 പറയുന്നത് ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ അതില് 9 സബ്സെക്ഷൻ 1 പറയുന്നത് ഇൻകം ഫ്രം കണക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, സോ ശ്രദ്ധിക്കാം, എനി ഇൻകം അക്രൂയിങ് ഓർ എറൈസിംഗ് ടു ആൻ അസസി ഇൻ എനി പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ whether directly or indirectly. No, so എവിടെയാണ് ഇൻകം അക്രൂ അല്ലെങ്കിൽ എറൈസിംഗ്, ഇൻകം അക്രൂയിങ് ഓർ എറൈസിംഗ് ടു ആൻ അസസി ഇൻ എനി പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ത്രൂ ഓർ ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ത്രൂ എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ത്രൂ or form of any asset or source of income in India, or through a transfer of capital asset situated in India. So ഇത്രയും പറയുന്ന കാലം എനി ഇൻകം അക്രൂവിംഗ് ഓർ എറൈസിംഗ് ടു ആൻ അസസി ഇൻ എനി പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് അക്രൂ ചെയ്യുന്നു എന്ന് പറയുന്നു. ബട്ട് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്താണ്, ഒന്നുകിൽ ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ബിസിനസ് കണക്ഷൻ ഇന്ത്യയിലെ ബിസിനസ് കണക്ഷനിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഒരു അസറ്റിനോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിലൂടെ ആയിരിക്കണം. ഇൻകം എന്താണ്, ഇന്ത്യക്ക് പുറത്ത് അക്രൂ ചെയ്താലും ഇതെല്ലാം എന്താണ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇത്രയും പറയുന്ന കാര്യം എനി ഇൻകം അക്രൂവിംഗ് ഓർ എറൈസിംഗ് ടു ആൻ അസസി ഇൻ എനി പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ത്രൂ ഓർ ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ത്രൂ എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, or through a transfer of capital asset situated in India. So ഇത്രയും പറയുന്ന കാര്യം
accrue or arise in India. Deemed to be accrue or arise in India. ഈ കേസസിലെല്ലാം തന്നെ ഇൻകം എന്തായിട്ട് കൂട്ടും? ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യക്ക് പുറത്താണ് ആക്ച്വലി അക്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബട്ട് ഈ പറയുന്ന 4 ഐറ്റംസ്, അതായത് ബിസിനസ് കണക്ഷൻ, ഇന്ത്യയിലുള്ള ഒരു ബിസിനസ് കണക്ഷൻ, ദാറ്റ് മീൻസ് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരാളെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബിസിനസ് കണക്ഷൻ എന്ന് പറയാം. ഇന്ത്യയിലെ ഒരു ബിസിനസ് കണക്ഷനിലൂടെ ഇൻകം അക്രൂ ചെയ്യുന്ന അബ്രോഡ് ആണെങ്കിലും ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ, ദെൻ ത്രൂ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, then from any asset source of income in India, then through transfer of capital asset situated in India. Okay, so the 9 subsection 1 clause 1 ile parayunnathu, then 9 subsection 2, 9 subsection 1 clause 2. Okay, so idellam adjustment aayittu vararundu. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് റെസിഡന്റ് ആണ്, ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. സോ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. So in case deemed to be accrue in India, ഒരു നോൺ റെസിഡന്റ് ആണ്, ഈ പറഞ്ഞ ഏതെങ്കിലും കാരണം കൊണ്ട് ഇന്ത്യൻ ഇൻകം ആണ്, ഇന്ത്യയിലെ അക്രൂ ചെയ്യുന്ന ഡീം ടു ബി അക്രൂ അല്ലെങ്കിൽ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ കൊണ്ട് ഇന്ത്യയിൽ ഇൻകം ആയി കഴിഞ്ഞാൽ എന്താണ്? നോൺ റെസിഡൻസിന് വരെ എന്താവും? ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണ്. സോ കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് കയറി വരുന്ന ഏരിയ ആണ് 9 subsection 1 clause 2. Salary earned in India. Salary earned in India. Income under the salary, income under the head salary is deemed to be accrued rates in India if it is earned in India. The salary payable for service rendered in India would be treated as earned in India. Okay. So second one, 9 subsection 1 clause 2. Income under the head salaries. Income under the head salaries. Okay. So salary head il varna income. Salary. Varna head il varna income. Okay. Under the head salary deemed to be deemed to accrue or arise in India. So that means earned in India. If it is earned in India. Okay. So ഇന്ത്യയിലാണ് earn ചെയ്യുന്നതെങ്കിൽ, so that means ഇന്ത്യയിൽ earn ചെയ്യുന്ന സെൻസ് എന്താണ്? Salary payable for service rendered in India would be treated as earned in India. Okay. So ഒരു സർവീസ് റെൻഡർ ചെയ്തു ഇന്ത്യയില് ഒരു സർവീസ് റെൻഡർ ചെയ്തു. സോ ഇതിനൊരു സാലറി, എംപ്ലോയർ റിലേഷൻഷിപ്പിലാണ് ഇന്ത്യയിൽ ഒരു സർവീസ് റെൻഡർ ചെയ്തത്. സോ ഇതിനൊരു സാലറി കിട്ടി. ബട്ട് ഈ സാലറി ആക്ച്വലി റിസീവ് ചെയ്യുന്നത് അബ്രോഡാണ്, ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്ന് വിചാരിക്കാം. സോ സാലറി ആണോ ഇന്ത്യയിലാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഇന്ത്യയിലെ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിലൂടെ ഇന്ത്യയിൽ ഏൺ ചെയ്തിട്ടുണ്ടോ? സോ അത് ഇൻ കേസ് റിസീവ് ചെയ്യുന്നത് ഒരു ഫോറിൻ കമ്പനിയുടെ പാർട്ടായിട്ടാകാം. സോ എന്തെങ്കിലും ഒരു സർവീസ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്തു, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സാലറി കിട്ടി, അത് റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ഇന്ത്യയിലാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ഏൺ ചെയ്യുന്നത് എങ്കിൽ ആ സാലറി ഇൻകത്തിനെ എന്തായിട്ട് കൂട്ടും? ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടും. സോ ഇന്ത്യയിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു, സാലറി കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും സാലറി ഇൻകം ആണോ ഇന്ത്യയിലാണോ ഏൺ ചെയ്തതെങ്കിൽ ഒന്നും നോക്കില്ല, അതെന്തായിട്ട് കൂട്ടും? ഡീംഡ് ടു ബി റിസീവ്ഡ് ഓർ അക്രൂഡ് ഇൻ ഇന്ത്യ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒന്ന് പറയുന്നത് സാലറി ബൈ ഗവൺമെന്റ് 9 subsection 1 clause 3. 9 subsection 1 clause 3. 9 subsection 1 clause 3. Then salary by government of India to Indian citizen for service rendering outside India. Okay. So government of India ആണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ സിറ്റിസന് എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇന്ത്യ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു ജോബിന്റെ പാർട്ടായിട്ട് ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്തു ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ.
സർവീസ് റെൻഡർ ചെയ്തു. ദെൻ അവർക്ക് എന്താണ്? സാലറി ആണ്. സോ സാലറി ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇന്ത്യൻ സിറ്റിസൺ ഫോർ സർവീസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ അതിന് എന്ത് കൊടുക്കുന്നു? സാലറി കൊടുത്താൽ. ഇന്ത്യൻ സിറ്റിസണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യക്ക് പുറത്ത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് സാലറി കൊടുത്താൽ. സോ ആക്ച്വലി ഇത് എന്തായിരിക്കും? ചിലപ്പോൾ സംടൈംസ് കുറെ കാലം ഇന്ത്യ അബ്രോഡ് ആണെങ്കിൽ ആ സാലറി റിസീവ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ആക്ച്വലി റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ സിറ്റിസണ് ഇന്ത്യക്ക് പുറത്ത് ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സാലറി കൊടുത്താൽ ആ സാലറി എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ടു ബി അക്രൂഡ് ഓർ എറൈസ് ഇൻ ഇന്ത്യ. ക്ലിയർ ആണോ? സോ ഇത് സാലറിയുടെ കേസാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം. 10 സബ്സെക്ഷൻ 7 സാലറി ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അലവൻസസോ പെർക്വിസിറ്റ്സോ. സോ ഇവിടെ സാലറിയുടെ പാർട്ടായിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും അലവൻസസ് സോ ദെൻ പ്ലസ് പെർക്വിസിറ്റ്സ്. സോ പെർക്വിസിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ സാലറി ചാപ്റ്ററിൽ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അലവൻസസോ പെർക്വിസിറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൂട്ടില്ല? ഇന്ത്യയിൽ റിസീവ് ചെയ്തായിട്ട്, സോ ഇന്ത്യയിൽ അക്രൂ ചെയ്തായിട്ട് ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടില്ല. ദാറ്റ് മീൻസ് എക്സംപ്റ്റ്. 10 സബ്സെക്ഷൻ 7 നമ്മൾ നെക്സ്റ്റ് ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സാലറി ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് മീൻസ് എന്ത് മാത്രമാണ്? സാലറി മാത്രമാണ്. സാലറിയുടെ പാർട്ടായിട്ട് കൊടുക്കുന്ന, സോ ബേസിക് അങ്ങനെയുള്ള സാലറി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? 9 സബ്സെക്ഷൻ 1 ക്ലോസ് 3 അട്രാക്ട് ചെയ്യുന്നത്. അലവൻസസും പെർക്യൂസിറ്റ്സും എന്തായിട്ട് കൂട്ടില്ല? ഇന്ത്യയില് റിസീവ് ചെയ്തതായിട്ട് കൂട്ടില്ല. Exempt as per section 10 subsection 7. ക്ലിയർലി? അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കയറി വരാനാണ്. ഇത്ര ബേസിക് സാലറി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അലവൻസസും പെർക്വിസിറ്റും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും എന്ത് വേണ്ട? അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ്സ് ഗിവൺ ഔട്ട്സൈഡ് ഇന്ത്യ വിൽ ബി ട്രീറ്റഡ് ആസ് ഫോറിൻ ഇൻകം. ഇന്ത്യൻ ഇൻകം അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്തായിട്ട് കണക്കാക്കില്ല. 10 സബ്സെക്ഷൻ 7 പ്രകാരം എക്സംപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് അതെന്താണ്? ടാക്സബിൾ ഇൻകമേ അല്ല. 9 സബ്സെക്ഷൻ 1 ക്ലോസ് 4 ഇൻകം ഫ്രം ഡിവിഡൻഡ്. Income from dividend. All the dividends paid by an Indian company. So Indian company എന്ത് പേ ചെയ്താൽ? dividend. So all the dividends paid by an Indian company would be deemed to be accrue or arise in India. That means any dividend paid by an Indian company outside India. Okay. So Indian company dividend pay ചെയ്യുന്നത് inside India ആണെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൻ അട്രാക്ട് ചെയ്യേണ്ട ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? റിസീവ്ഡ് ഇൻ ഇന്ത്യ, അക്രൂഡ് ഇൻ ഇന്ത്യ. എല്ലാം കൊണ്ടും എന്താണ്? ഇന്ത്യൻ ഇൻകം, ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഇന്ത്യയിലാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. സോ ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്. അത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റിസീവ് ചെയ്യുന്ന എവിടെയായിട്ട് കൂട്ടും? ഔട്ട്സൈഡ് ഇന്ത്യ ആണ് അല്ലെ? റിസീവ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ബട്ട് എവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഡിവിഡൻഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ആരാണ് കൊടുത്തിരിക്കുന്നത്? ഇന്ത്യൻ കമ്പനിയാണ് അല്ലെ? സോ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ നമ്മൾ കമ്പനി എന്താണ്? റെസിഡന്റ് ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത്. സോ റെസിഡന്റ് ആയിട്ടുള്ള ഒരാള് ഒരു പേയ്മെന്റ് കൊടുത്താൽ, ഇന്ത്യക്ക് പുറത്ത് കൊടുത്താലും നമുക്ക് എന്തായിട്ട് കൂട്ടും? ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ ഡിവിഡൻഡ് കൊടുത്താൽ ഈ ഡിവിഡൻഡ് എന്തായിട്ട് നമ്മൾ 9 സബ്സെക്ഷൻ 1 ക്ലോസ് 4 പ്രകാരം എന്താണ്? ഡീമിംഗ് പോർഷനിലൂടെ ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യൻ ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. ഡീമിംഗ് പോർഷനിലൂടെ അതെന്തായിട്ട് മാറും? ഇന്ത്യൻ ഇൻകം ആയിട്ട് മാറും. ക്ലിയർ ആണോ? 9 സബ്സെക്ഷൻ 1 ക്ലോസ് 5 ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് പേയബിൾ ബൈ സ്പെസിഫൈഡ് പേഴ്സൺ. Income from interest payable by a specified person. Interest is deemed to be accrue or arise in India. That means taxable in the hands of recipient if it is payable by. Okay. So interest ആണ് നമ്മൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പറയുന്നത്. ഇൻട്രസ്റ്റ് സ്പെസിഫൈഡ് പേഴ്സൺ. ദാറ്റ് മീൻസ് പേയബിൾ ബൈ എന്തായിരിക്കും? ഒന്നുകിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യൻ റെസിഡന്റ്. ഒന്നുകിൽ ഇന്ത്യ ഗവൺമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ റെസിഡന്റ് ആണെങ്കിൽ. സോ ഇവര് എന്താണ്?
പേ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നത് ഇൻട്രസ്റ്റ്. Then in respect of money, the exceptional case ആണ് a non-resident when it is payable in respect of any debt incurred or money borrowed and used for the purpose of business or profession carried in India. Okay. Then interest deemed to be accrued or is in India taxable in the hands of recipient. Okay. So our recipient if it is payable by government അല്ലെങ്കിൽ person who is resident in India. Okay. Exceptional case ആണ്. That means എന്താണ് ഈ പറയുന്ന ഇവര് പേ ചെയ്യുന്നവര് ഒന്നെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ റെസിഡന്റ് ഇന്ത്യ ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നതെങ്കിൽ ആർക്ക് പേ ചെയ്താലും ഇന്ത്യക്ക് പുറത്ത് പേ ചെയ്താലും ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ. എക്സെപ്റ്റ് in respect of money borrowed and used for the purpose of business or profession carried on by him outside India. Okay. So that means എന്താണ് in respect of money borrowed and used for the purpose of business. So ഇങ്ങനെ മണി ഇപ്പം ഒരു റെസിഡന്റ് ഇന്ന് കടം വാങ്ങിച്ചു അല്ലെങ്കിൽ ഫണ്ട് വാങ്ങിച്ചു, then അതിനെ interest payable by interest is deemed to be accrued in India taxable in the hands of recipient if it is payable by government of India, a person who is resident in India, in respect of money borrowed and used for the purpose of business or profession carried on by him outside India. Okay. So ഇങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താണ് ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ കണ്ടക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് എക്സെപ്ഷണൽ സിനാരിയോ ആണ്. Then second one എന്താണ് for the purpose of making or earning any income from any source outside India. So any income or any source outside India. No, ഇന്ത്യക്ക് പുറത്താണ് വരുന്നതെങ്കിൽ it will not be treated as exceptional scenario ആണ്. എന്താണ് accrue deemed to be accrue or arise in India ആയിട്ട് കൂട്ടില്ല. Then a non-resident when is payable in respect of any debt incurred or money borrowed and used for the purpose of business or profession carried on India. No, ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ സോ ഇവിടെ ഈ കേസിൽ റെസിഡന്റ് ആണ് റിസീവ് ചെയ്യുന്നത്. എക്സെപ്റ്റ് എന്താണ് അയാള് ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ്സോ പ്രൊഫഷനോ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഇന്ത്യ എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എക്സെപ്ഷണൽ കേസാണ്. Then a non-resident when it is payable in respect of any debt incurred or money borrowed and used for the purpose of business or profession carried on in India. സോ ഒരു നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ക്യാരി ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ദെൻ എക്സെപ്റ്റ് അതിൽ എക്സെപ്ഷണൽ കേസാണ്. എക്സെപ്റ്റ് ഓൺ മണി ബോറോഡ് ബൈ നോൺ റെസിഡന്റ് ഫോർ എനി പർപ്പസ് in India other than a business or profession will not be deemed to be accrue or arise in India. Money borrowed by non-resident for any purpose in India other than a business or profession will not be deemed to accrue or arise in India. ഒന്ന് നോക്കാം, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ക്ലിയർ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കണം. ഒന്ന് ശ്രദ്ധിക്കാം. ഇൻട്രസ്റ്റ് പേയബിൾ ബൈ. സോ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ. നമ്മളതിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. സോ ഇതിങ്ങനെ വേണം ഒന്ന് മനസ്സിലാക്കാൻ. ഗവൺമെന്റ് ഒന്നുകിൽ ഗവൺമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു റെസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ. സോ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു റെസിഡന്റോ ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് കൂട്ടും? ഈ പേ ചെയ്യുന്നത് ഇവരാണെന്നുണ്ടെങ്കിൽ ഇത് റെസിപ്പിയന്റിന്റെ കയ്യിലാണ്. സോ റെസിപ്പിയന്റ് കയ്യില് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ദെൻ ഇതിനകത്ത് രണ്ട് എക്സെപ്ഷണൽ കേസസ് ആണുള്ളത്. സോ നോർമലി നമ്മൾ എന്താണ് നോക്കുന്നത്?
ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു റെസിഡന്റ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. പക്ഷെ അതിനകത്ത് ഒരു എക്സെപ്ഷണൽ കേസ് എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബോറോഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by him outside India. Okay, so business or profession outside India. Business or profession outside India. ഈ കേസിലും അല്ലെങ്കിൽ ഏൺ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഈ രണ്ട് കേസിലുമാണ് എങ്കിൽ എന്താണ് എക്സെപ്ഷൻ ആണ്. അവർക്ക് എന്തായിട്ട് കൂട്ടില്ല, ഗവൺമെന്റോ നോൺ റെസിഡന്റോ ആണ് പേ ചെയ്യുന്നതെങ്കിൽ, ഗവൺമെന്റോ റെസിഡന്റോ ആണ് പേ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഈ രണ്ട് കേസിൽ ഈ രണ്ട് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിട്ട് കൂട്ടില്ല, ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടില്ല. ദെൻ ഇൻട്രസ്റ്റ് പേയബിൾ ബൈ, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒരു നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ, സോ നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നോൺ റെസിഡന്റ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെപ്റ്റ് ഇൻഗേർഡ് ഓർ മണി ബോറോഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, സോ നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പേ ചെയ്യുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യയിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്താൻ വേണ്ടിയാണ് നോൺ റെസിഡന്റ് എന്തെടുത്തിരിക്കുന്നത്, ഡെപ്റ്റ് എടുത്തിരിക്കുന്നത്. ദെൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്താൽ അതെന്തായിട്ട് കൂട്ടും, ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ അതിലും ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ബൈ നോൺ റെസിഡന്റ് എനി പർപ്പസ് ഇൻ ഇന്ത്യ അതർ ദാൻ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, സോ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ എന്താണ് ഡീമിംഗ് പ്രൊവിഷൻ ഡീംഡ്. സോ അതർ ദാൻ എനി പർപ്പസ് അതർ ദാൻ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിലോ it will not be treated as deemed to be accrue or arise in India. It will not be treated as deemed to be accrue or arise in India. സോ ഒരു ലോൺ എടുത്തിരിക്കുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ റെസിഡന്റോ ആണെങ്കിൽ നോർമലി എന്താണ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഡീംഡ് പ്രൊവിഷൻ അനുസരിച്ച് എന്തായിട്ട് കൂട്ടും, ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടും. ബട്ട് ഇൻ കേസ് ഓഫ് എന്താണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഇൻകം ഏൺ ചെയ്യാനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്തായിട്ട് കൂട്ടില്ല, ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടില്ല. ദെൻ അതേപോലെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ എടുത്തിരിക്കുന്നത്, അതിന് അഗേൻസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെങ്കിൽ ഡീമിംഗ് പ്രൊഫഷൻ അട്രാക്ട് ചെയ്യും. ദെൻ ഇന്ത്യയിൽ തന്നെ വേറെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി യൂസ് ചെയ്യുന്നതെങ്കിൽ, നോൺ റെസിഡന്റ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്തായിട്ട് കൂട്ടില്ല, ഡീമിംഗ് പ്രൊവിഷൻ വഴി ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടില്ല. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതേപോലെ തന്നെയാണ് എല്ലാം. ഇപ്പം ഇൻട്രസ്റ്റ് പറഞ്ഞു. അടുത്തത് ഇൻകം ഫ്രം റോയൽറ്റി. റോയൽറ്റി വിൽ ബി ഡീംഡ് ടു ബി സെയിം ഇതാണ് പറയുന്നത്, will be deemed to be accrue or arise in India when it is payable by government or person who is resident in India. It is payable in respect of transfer of any right to use or any property or information used for utilization of service for the purpose of business or profession carried on such person outside India ആണെങ്കിൽ exception ആണ്. Then for the purpose of making earn any income from any source outside India, നമ്മൾ ഇൻട്രസ്റ്റിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എന്ത് വന്നിരിക്കുന്നു, ഇൻകം ഫ്രം റോയൽറ്റി. So royalty income, so when it is payable by ഒന്നുകിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു റെസിഡന്റ് ഇൻ ഇന്ത്യ, then കണ്ടോ ഔട്ട്സൈഡ് ഇന്ത്യ പ്രൊഫഷന് വേണ്ടിയിട്ടാണെങ്കിൽ എക്സെപ്ഷൻ ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ഏതെങ്കിലും സോഴ്സിലെ ഹെഡ്സിലെ ഇൻകം ഏൺ ചെയ്യാനാണെങ്കിലും എക്സെപ്ഷൻ ആണ്. Then non resident only when it is royalty payable in respect of any right, property, information, used service for the purpose of any business or profession carried on in India. So non resident ആണ് പേ ചെയ്യുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ ക്യാരി ചെയ്യാൻ വേണ്ടിയാണെങ്കിലാണ് അത് എന്ത് ചെയ്യുന്നത്, ഡീമിംഗ് പ്രൊഫഷൻ. സെയിം ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ പോയിന്റ്സ് ആണ് പറയുന്നത്. എക്സെപ്ഷൻ ഉണ്ട്, or for the purpose of making or earning money from any source in India. Okay, so ഈ രണ്ട് കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ
So non-resident ആണെന്നുണ്ടെങ്കിൽ income from royalty. Income from royalty. So government of India അല്ലെങ്കിൽ person resident ഇന്ത്യയിലെ ബിസിനസ്സോ പ്രൊഫഷനോ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എക്സെപ്ഷൻ കേസ് വരുന്നത് ഇന്ത്യക്ക് പുറത്ത് പ്രൊഫഷനോ ബിസിനസ്സോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എനി അതർ ഹെഡിലെ ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ എന്താണ് അത് എക്സെപ്ഷൻ ആണ്. then അതേപോലെ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ രണ്ട് സെനാരിയോയിൽ മാത്രമേ എന്തായിട്ട് കൂട്ടൂ ഡീം ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കൂട്ടൂ. നോൺ റെസിഡന്റ് ഓൺലി വെൻ റോയൽറ്റീസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എന്താണ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഇന്ത്യ അല്ലെങ്കിൽ for the purpose of making or earning any income from any source in India. From any source in India. Next one. 9 subsection 1 clause 8. 9 subsection 1 clause 8. Income from technical service. Any fee for technical service will be deemed to accrue or arise in India if it is payable by government. Then resident, except in case of fee payable in respect of technical service utilized in a business or profession carried on by such person outside India or for the purpose of earning any income from any source outside India. So interest lum royalty lum parna adhe points. Then next one, a person who is a non-resident only when. സോ നോൺ റെസിഡന്റ് ആണെങ്കിൽ സോ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസിലും പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും ഉള്ള സെനാരിയോ. ദെൻ നോൺ റെസിഡന്റ് ആണെങ്കിൽ ദ ഫീ ആർ പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സർവീസ് യൂട്ടിലൈസ്ഡ് ഫോർ എ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യയില് നോൺ റെസിഡന്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ക്യാരി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ then such service are utilized for the purpose of making or earning income from any source in India. No. So technical service in the case നമ്മൾ എന്താണ് 9 subsection 1 ഇൻട്രസ്റ്റിലും റോയൽറ്റിയിലും ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ എന്താണ് ഒന്നുകിൽ പേയബിൾ ബൈ ഗവൺമെന്റ് അല്ലെങ്കിൽ റെസിഡന്റ്. ദെൻ എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇൻകം ഏൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷണൽ കേസാണ്. നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ മാത്രം ഒന്നുകിൽ ഇന്ത്യയിലെ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഹെഡില് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ വിൽ ബി ഡീം ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. Last one, 9 subsection 1 clause 8. Sum of money paid by resident to a non-resident. So resident or non-resident in any sum of money paid without consideration by a resident to a non-resident, non-corporate, non-resident or foreign income, that means non-resident, on or after 1/5/7/2019 on or after 5/7/2019 would be deemed to be accrue or arise in India. Would be deemed to be accrue or arise in India, and it is chargeable under section 56 subsection 2 clause. That means income from other source lana ee parayna area discuss cheyna, that is aggregate sum received exceeds rupees 50,000. So നമ്മൾ അതവിടെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഒരു റെസിഡന്റ് നോൺ റെസിഡന്റിനെ കൺസിഡറേഷൻ ഇല്ലാതെ ഒരു സം ഓഫ് മണി പെയ്ഡ് ബൈ റെസിഡന്റ് ടു എ നോൺ റെസിഡന്റ്. സോ റെസിഡന്റ് ഒരു നോൺ റെസിഡന്റിന് പ്രത്യേകിച്ച് കൺസിഡറേഷൻ ബൈ റെസിഡന്റ് ടു വിത്തൗട്ട് മണി പെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. റെസിഡന്റ് നോൺ റെസിഡന്റ് എന്താണ് എമൗണ്ട് പേ ചെയ്ത് വിതൗട്ട് എനി കൺസിഡർ, ദാറ്റ് മീൻസ് ഒരു ഗിഫ്റ്റ് കൊടുത്തതുപോലെയാണ് വരുന്നത്. ദെൻ എന്താണ് അത് 50,000 എക്സീഡ് ചെയ്യാൻ നമ്മൾ അത് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത് IFOSലാണ്. സോ അങ്ങനെ വിത്തൗട്ട് കൺസിഡറേഷൻ ക്യാഷ് റിസീവ് ചെയ്താൽ നമുക്ക് ടാക്സ് ഇൻകം ആണ്, ബട്ട് ഇറ്റ് ഈസ് ചാർജബിൾ അണ്ടർ ദ ഹെഡ് IFOS. സോ IFOSൽ അങ്ങനെ ഒരു പ്രീവിയസ് ഇയറിൽ ഗിഫ്റ്റ് ആയിട്ട് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 50,000 എക്സീഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ടാക്സബിൾ ഇൻകം ആയിട്ട് IFOSൽ കണക്കാക്കുന്നത്. സോ ആ ഒരു ലിമിറ്റ് ആണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് 50,000. നോക്കാം. Mr. D, an Indian citizen aged 40 years, a government employee serving the Ministry of External Affairs, left India for the first time on 31/3/2022 due to his transfer to High Commission of Canada. He did not visit India any time during the previous year 22-23. He has
received the following income for the financial year 22-23. Compute his gross total income for the assessment year 22-23-24. Okay. So salary computed, because salary computed എന്ന് പറയാൻ കാരണം because നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. നമ്മൾ വരുന്ന ദിവസം തന്നെ സാലറി ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫോറിൻ അലവൻസസ്, then interest on fixed deposit from bank in India, income from agriculture in Nepal, income from house property in Nepal, income from house property in Nepal. Okay, ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നമുക്ക് നോക്കാം. So Indian citizen aged 40, government employee servicing Ministry of External Affairs, left India for the first time. എന്നാണ് പോയത്? 31-3-2022, 31-3-2022 due to his 31-3-22. So that means നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? 1-4-22 മുതൽ 31-3-23 വരെ അല്ലെ? സോ ദാറ്റ് മീൻസ് എന്താണ്? പ്രീവിയസ് ഇയറിൽ ഒരു ദിവസം പോലും അയാൾ ഇന്ത്യയിൽ ഇല്ല. പ്രീവിയസ് ഇയറിൽ അയാൾ ഒരു ദിവസം പോലും ഇന്ത്യയിൽ ഇല്ലെങ്കിൽ അയാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ? അല്ലെ? സോ ഇവിടെ ഉണ്ടോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനൊന്നും ക്വസ്റ്റ്യനിൽ പറയൂല. സോ നമുക്ക് എന്താണ്? ഇൻസിഡൻസ് ഓഫ് ഇൻകം നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്ത് മാത്രമേ അയാൾക്ക് ഇന്ത്യയിൽ ടാക്സ് ആകത്തുള്ളൂ? സോ റെസിഡന്റ് ആണെങ്കിൽ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യൻ ഇൻകം മീൻസ് എന്താണ്? ഒന്നെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഒന്നെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യണം, അല്ലെങ്കിൽ എറൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. സോ ഈ സെനാരിയോയിൽ മാത്രമേ എന്താവുള്ളൂ? അയാൾ നോൺ റെസിഡന്റ് ആയതുകൊണ്ട് ഇന്ത്യൻ ഇൻകം മാത്രമേ അയാൾക്ക് ടാക്സബിൾ ആകത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്താ പറയാം? മിസ്റ്റർ ഡി ഈസ് എ നോൺ resident during the previous year 22-23 because since he has not present in India at any time during the previous year 22-23. സോ ഒരു ദിവസം പോലും ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ്? 182 അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഫസ്റ്റ് ടൈം അബ്രോഡ് പ്രീവിയസ് ഇയർ പോകുന്നതാണ്. സോ അതുകൊണ്ട് 60 ദിവസം പോലും എന്താണ്? ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് എന്താണ്? ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ, ബേസിക് കണ്ടീഷനും ഒന്നും തന്നെ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അയാൾ ഒരു നോൺ റെസിഡന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ നോൺ റെസിഡന്റ് ആണെങ്കിൽ അയാൾക്ക് എന്ത് മാത്രമേ ടാക്സബിൾ ആകത്തുള്ളൂ? ഓൺലി ഇന്ത്യൻ ഇൻകം. ഇൻ കേസ് ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സബിൾ ആകത്തുള്ളൂ. പർട്ടിക്കുലേഴ്സ് amount in rupees. Okay, പറയാ സാലറി. ഫസ്റ്റ് വൺ സാലറി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആക്ട് കുറച്ചിട്ടുള്ളതാണ്. നമ്മൾ സാലറി ഹെഡിൽ ഡിസ്കസ് ചെയ്യും, ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും. സോ അത് സാലറി ആണെങ്കിൽ ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ? സാലറി ഇന്ത്യൻ ഇൻകം അല്ലെ? സോ ഇന്ത്യൻ ഇൻകം ആണ്. therefore നമുക്ക് എന്താണ്? കമ്പ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് 50,000 കുറയ്ക്കേണ്ട, 5 ലക്ഷം. then allowances, foreign allowances not included in the above. Okay, so foreign allowance അല്ലെ 10 subsection 7 പ്രകാരം not taxable. foreign allowances ഗവൺമെന്റ് വിട്ടാണെങ്കിൽ പോലും എന്താണ്? allowances perquisites 10 subsection 7 പ്രകാരം not taxable. സോ എന്ത് വരത്തില്ല? അത് കൂട്ടണ്ട. then third adjustment എന്താണ്? interest on fixed deposit from bank in India. interest on FD, ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണത്? ഇന്ത്യൻ ഇൻകം ആണ് അല്ലെ? സോ നമുക്ക് എപ്പോഴും റെസിഡൻഷ്യൽ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിച്ചാൽ നോൺ റെസിഡന്റ് ആണെന്ന് കണ്ടാൽ നമ്മൾ ഓർത്തോണം എന്താണ്? ഇന്ത്യൻ ഇൻകം മാത്രമാണ് ടാക്സബിൾ. സോ അത്രത്തോളം കെയർ കൊടുക്കണം. ഇന്ത്യയിലെ ഒരു ബാങ്കിൽ നിന്ന് കിട്ടിയാൽ
സോ ഇറ്റ് ഈസ് ആക്ച്വലി എന്തായിരിക്കണം, ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതാണ്. സോ ഇൻട്രസ്റ്റ് റിട്ടേൺ ഇന്ത്യൻ ബാങ്കിൽ തന്നെയാണ് വരുന്നത്. ഇന്ത്യ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് അക്രൂഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ബാങ്കിലാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ FD, നമുക്ക് എന്ത് പറയാം, ഇന്ത്യൻ ഇൻകം, ഇന്ത്യൻ ഇൻകം. സോ ഇന്ത്യൻ ഇൻകം എത്രയാണത്, 1 lakhs. Income from agriculture in Nepal, income from agriculture in Nepal taxable ആണെന്ന് പറഞ്ഞു. കാര്യം എന്താണ് അജ്മൽ, ടാക്സബിൾ ആണെന്ന് പറഞ്ഞു, കാര്യം എന്താണ്? സോ ഇത് ഇൻകം ഇതിനകത്ത് അഗ്രികൾച്ചറൽ ഇൻകം നേപ്പാളിലാണ്. സോ നേപ്പാൾ, ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ അസംഷൻ നേപ്പാളിലാണ് അക്രൂ ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടില്ല. സോ അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യയിലാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം എക്സെപ്ഷൻ ഉള്ളൂ, നേപ്പാളിലാണെങ്കിൽ. സോ ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ നേപ്പാൾ, അത് ഓൾറെഡി എന്താണ്, നോൺ റെസിഡന്റ് ആണ്. സോ ഈ പറയുന്ന ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നേപ്പാളിലാണ്. സോ റിസീവ് ചെയ്യുന്നത് നേപ്പാളിലാണെങ്കിൽ അത് ടാക്സബിൾ ആകുമോ? അഗ്രി ഇൻകം ടാക്സബിൾ ആകുമോ? ക്ലിയർ അല്ലേ? ഉണ്ടോ ആ ടാക്സബിൾ? നമുക്കത് മനസ്സിലാക്കണം. അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ, റെസിഡന്റ് ആണെങ്കിൽ ടാക്സബിൾ ആകും. ഇത് പക്ഷേ ഇയാൾ എന്താണ്, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇയാൾ നോൺ റെസിഡന്റ് ആണ്. സോ അഗ്രികൾച്ചറൽ ഇൻകം റിസീവ്ഡ് ഇൻ നേപ്പാൾ, therefore എന്താണ്, ഫോറിൻ ഇൻകം. സോ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഫോറിൻ ഇൻകം നോട്ട് ടാക്സബിൾ. Then last adjustment എന്താണുള്ളത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ നേപ്പാൾ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ഇവിടെ അജ്മൽ എന്ന് പറയാം, നേപ്പാളിലാണ് ഈ പറയുന്ന ഇൻകം റിസീവ് ചെയ്തത് എന്നെടുത്താൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ? ഉണ്ടോ? സോ അസ്യൂമിങ് ഇവിടെ എന്താണ്, റിസീവ്ഡ് ഇൻ നേപ്പാൾ. സോ നേപ്പാളില് റിസീവ് ചെയ്തായിട്ട് അസ്യൂം ചെയ്യാം. then that means എന്താവും, അതൊരു ഫോറിൻ ഇൻകം, therefore not taxable. സോ മിസ്റ്റർ ഡിക്ക് എന്താണ്, ഇന്ത്യൻ ഇൻകം മാത്രമായിട്ട് എന്താണ്, രണ്ട് കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്താണ്, സാലറി, then ഇൻട്രസ്റ്റ് ഓൺ FD. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ടാക്സബിൾ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരും, 6 lakhs. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും വരുന്നുണ്ട്. ഫോറിൻ അലവൻസ്. സോ നമുക്കത് ഭയങ്കര ഒരു ഇൻഡെപ്ത് ഏരിയ ആയിട്ടല്ല, നമുക്കൊരു വലിയൊരു ഇതാണ് ഒരു പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കയറി വരാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 9 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ ക്ലോസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം. സോ അഗ്രികൾച്ചറൽ ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ, ഒബ്വിയസ്ലി റിസീവ് ചെയ്യുന്ന ഇന്ത്യൻ ബാങ്കിലാണെങ്കിൽ റിസീവ് ഉണ്ടോ, അതാണ് നമുക്ക് ഒന്നുകിൽ റിസീവ് ചെയ്യുന്ന ഇന്ത്യയിലായിരിക്കണം, അല്ലെങ്കിൽ ഡീം ടു ബി റിസീവ്ഡ്, അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നത്. ദെൻ ഇൻകം ഏൺ ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണോ, ദെൻ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. സോ അതന്നെ പിന്നെ ശ്രദ്ധിക്കണം, ഏതെങ്കിലും പ്രീവിയസ് ഇയറിലെ ഇൻകം ആ ഇയറിലെ ടാക്സ് ചെയ്തിട്ട് പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അത് എന്ത് ചെയ്തില്ല, ടാക്സബിലിറ്റി അട്രാക്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ചാടി കയറി ഒരു ആൻസറിലേക്ക് വരാൻ. സോ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻകം, സോ ദാറ്റ് മീൻസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻസിഡൻസ് ഓഫ് ഇൻകം വെച്ചിട്ട് ആ പ്രീവിയസ് ഇയർ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ടാക്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ദെൻ പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി, വേറെ ഏതെങ്കിലും പ്രീവിയസ് ഇയറിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ടാക്സ് ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ സാർ? അപ്പൊ ഈ അഗ്രികൾച്ചർ ഇൻകം പിന്നീട് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നാൽ അത് ഇതിനകത്ത് അത് ഇത് വരത്തില്ല. സോ നമ്മൾ ആ തിയറിയിൽ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഏതെങ്കിലും പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻകം, നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് അവിടെ ആപ്ലിക്കബിൾ. ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ അക്രൂഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, received in India preceding the previous year, any year preceding the previous year, and later on remitted to India. So that means നമുക്ക്
എനിക്ക് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവർ അവർ ഓൾറെഡി അവിടെ ഇത് ചെയ്യുന്നതാണ്. സോ അവര് ഏതെങ്കിലും നമുക്ക് ഇന്ത്യയിലുള്ള കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോ അത് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കി ടാക്സ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്രോച്ച്. സോ ഇപ്പം ചോദിച്ചതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം ഔട്ട്സൈഡ് ഉണ്ട്. സോ അതേ ഇയറിൽ തന്നെ അത് കിട്ടുന്നതെല്ലാം ആ ഇൻകം എല്ലാം റിസീവ് ചെയ്യുന്ന ഇന്ത്യയിലാണ് ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. സോ അതല്ല ആ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് ലേറ്റർ ഓൺ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി അട്രാക്ട് ടാക്സ്. അത് ഇൻകം അല്ല. സോ ദാറ്റ് മീൻസ് അത് പ്രീവിയസ് ഇയറിൽ ഓൾറെഡി കഴിഞ്ഞൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് മാത്രമാണ്, അത് ഇൻകം ആയിട്ട് കണക്കാക്കില്ല, അത് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ അത് ആ ഫണ്ട് ഇന്ത്യയിൽ ഇട്ട് അതിൽ നിന്ന് ഇന്ത്യൻ ബാങ്കിൽ ഇട്ട് ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ സർ. സോ അത് അതർ സോഴ്സിൽ നമ്മൾ ആ പറയുന്ന ഇൻകം ഇൻട്രസ്റ്റ്. സോ ദാറ്റ് മീൻസ് ഒരു എക്സംപ്റ്റ് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻകം അല്ല ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ആ കിട്ടുന്ന ഫണ്ട് ബാങ്കിൽ FD ഇട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ അത് ടാക്സ് ചെയ്യത്തില്ല എന്ന് പറയുന്നില്ല അവരുടെ, അത് ടാക്സ് ചെയ്യും. ബട്ട് ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫർ ചെയ്ത ഈ എമൗണ്ട് എന്താണ് ഓൾറെഡി ഒരു പ്രീവിയസ് ഇയറിലെ ടാക്സ് ഇംപ്ലിക്കേഷൻ വെച്ചിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് ടാക്സ് പർപ്പസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, ടാക്സിന്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ഓൾറെഡി എന്താണ് ടാക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സംഷൻ കിട്ടിയിട്ടുള്ള ഇൻകം പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യയിലോട്ട് വന്നാൽ ഇറ്റ് വിൽ നോട്ട് അട്രാക്ട് ടാക്സ്. സോ ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിപ്പോ ഹെഡ്സ് ഓഫ് ഇൻകം പറയാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഇന്ത്യൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, സോ ഇന്ത്യയിലാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പൊ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും അയാൾ അതൊരു റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഡക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ നമ്മളിപ്പോ ഓരോ ഹെഡ്സിലും വരുന്ന ഡിഡക്ഷൻ, അതായത് ഉണ്ടോ അതുകൊണ്ടാണ് സാലറി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ 16 ആണ് സെക്ഷൻ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ തന്നെ ഡിസ്കസ് ചെയ്യും. സോ അത് കുറച്ചിട്ട് കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കുറച്ചിട്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് റോങ് ആൻസർ, ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അസംഷൻ എങ്കിലും എഴുതിയിരിക്കണം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾറെഡി ടേക്കൺ. സോ അതുകൊണ്ട് കമ്പ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇത് പ്രകാരം കമ്പ്യൂട്ടഡ് എന്ന് തന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും എന്താണ് സെക്ഷൻ ഉൾപ്പെടെ കോട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 50,000 കുറച്ച് കാണിച്ചില്ല എങ്കിൽ ക്രെഡിറ്റ് കിട്ടില്ല. അതേപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണെങ്കിൽ സെക്ഷൻ 24 ക്ലോസ് എ പ്രകാരം 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കാണിച്ചില്ല എങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അത് എടുത്തിട്ടുണ്ട് എന്നുള്ള അസംഷൻ ഒരു വർക്കിംഗ് നോട്ടായിട്ടെങ്കിലും എഴുതിയില്ലെങ്കിലും മാർക്ക് കിട്ടില്ല. ക്ലിയർ അല്ലേ? നമ്മളിപ്പം ഇൻകം ടാക്സ് ചെയ്യുന്ന എവിടെയാണ്? അതാത് ഹെഡിലേക്ക് പോകും. അതാത് ഹെഡിൽ എന്തൊക്കെ ഡിഡക്ഷൻ ഉണ്ടോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6 എന്തൊക്കെ ഡിഡക്ഷൻ ഉണ്ടോ അതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്തെ എന്ത് ചെയ്യത്തുള്ളൂ? ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യത്തുള്ളൂ. സോ അതാത് ഹെഡിലെ ഇൻകം, സോ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ, ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ അതാത് ഹെഡിലേക്ക് പോകും. അതാത് ഹെഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാത് ഹെഡിലുള്ള ഡിഡക്ഷൻസ്. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് ചാപ്റ്റർ 6 ഡിഡക്ഷൻസിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് എന്ത് ചെയ്യത്തുള്ളൂ? ടാക്സ് ലയബിലിറ്റി വരുള്ളൂ. സോ അത് നമ്മൾ ഓരോരോ ഹെഡായിട്ട് പഠിച്ച് ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി അത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്സസ് വി paid a sum of rupees 5,000 US dollar to Mr. K, a management consultant practicing in Colombo, specializing in project financing. The payment was made in Colombo. Mr. K is a non-resident. The consultancy is related to a project in India with possible cyclone collaboration. Is the payment chargeable to tax in India in the hands of Mr. K since the service was used in India? സർവീസ് വാസ് യൂസ്ഡ്. ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് വായിക്കാം. ദെൻ നമ്മൾ ഇപ്പോൾ പഠിച്ച പ്രൊഫഷണൽ ഏതെങ്കിലും അട്രാക്ട് ചെയ്യുമെങ്കിൽ എങ്ങനെ അട്രാക്ട് ചെയ്യും? ദെൻ ടാക്സബിൾ ഇന്ത്യൻ ഇൻകം ആണോ, ഡീം ടു ബി അപ്രൂവ്ഡ് ഇൻ ഇന്ത്യ ആണോ, ദെൻ അങ്ങനെയാണെങ്കിൽ ടാക്സബിലിറ്റി എങ്ങനെ അട്രാക്ട് ചെയ്യുമെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് പറയാം. സോ എന്താണ് ആൻസർ വരിക? സോ ടാക്സബിൾ ആവോ ഇന്ത്യയോ? ടാക്സബിൾ. സോ ഈ മിസ്റ്റർ കെ എന്താണ്, അയാൾ ഒരു നോൺ റെസിഡന്റ് ആണ്. സോ റെസിഡന്റ് project financing. The payment was made in Colombo.
Mr. K is a non-resident. The consultancy is related to a project in India. Okay. So project എവിടെയാണ്? Project in India. So that means service used in India. Then provision section 9 പ്രകാരം ഇതിന്റെ നമ്മുടെ ഫൈനൽ ലെസൺ. Since service utilized in India, then payment received by non-resident outside India ആണെങ്കിൽ പോലും it is deemed to be accrue or arise. So deeming provision ലൂടെ എന്താണ്? Since service utilized in India arise in India, therefore that means എന്താണ്? Taxable ആണോ അല്ലയോ? Taxable ആണോ അല്ലയോ? Deemed to be accrue or arise in India means എന്താണ്? Indian income is taxable for all irrespective of residential status. അതിൽ നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, but it is deemed to be services rendered in India. So അതിന് against ആയിട്ട് ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സോ കൺസൾട്ടൻസി സർവീസ് എന്താണെങ്കിലും ഒരു ടെക്നിക്കൽ സർവീസിന്റെ പാർട്ടായിട്ട് ഇന്ത്യയിലെ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. സോ ദാറ്റ് മീൻസ് ഒരു ഇന്ത്യൻ ഇൻകം ആണ്. എന്താണ്? ഒരു ഇന്ത്യൻ ഇൻകം ഡീം ടു ബി അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് an ഇന്ത്യൻ ഇൻകം അല്ലെ? സോ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ. ദാറ്റ് മീൻസ് നോൺ റെസിഡന്റിനും ആ ഇൻകം എന്താകും? ടാക്സബിൾ ആകും. Therefore ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? എമൗണ്ട് വിൽ ബി ടാക്സബിൾ in the hands of Mr. K. Compute total income in the hands of an individual aged 33 years being resident and ordinary resident but not ordinary resident and non-resident. Okay. So മൂന്ന് കേസിലും എന്താണ്? ഈ പറയുന്ന ഇൻകം വെച്ചിട്ട് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, particulars resident and ordinary resident ആണെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കാം. ദെൻ നമുക്ക് ഏത് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും? റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എന്താണ് വരിക? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, ഫുള്ളായിട്ട് ഒന്ന് നോക്കാം. ദെൻ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആൻസർ പറയാം. ഇൻട്രസ്റ്റ് ഓൺ UK ഡെവലപ്മെന്റ് ബോണ്ട്. Interest on UK development bond, 50% interest received in India, 50%. So interest on UK development bond is assumed that India ke purathaanu bond avadeyana receive cheythathu. So that means adu 50% adil endana 50% Indiayilana receive cheydirikkunnu. Okay, so ippam UK development bond endana India ke purathulla oru India outside India bond aanu. So that means ഇതിനകത്ത് അവർ പറയാതെ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പം ടോട്ടൽ 10,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ 5,000 രൂപ എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? അബ്രോഡാണ് കിട്ടിയിരിക്കുന്നത്. 5,000 രൂപ എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? ഇന്ത്യയിലാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? ഈ ടോട്ടൽ 10,000-ൽ എത്ര ഇന്ത്യൻ ഇൻകം ആണ്? ഇന്ത്യയിലുണ്ടോ? ഇത് അക്രൂ ചെയ്യുന്ന അബ്രോഡാണ്, ബട്ട് 50% ഇന്ത്യയിൽ റിസീവ് ചെയ്യണം. ദാറ്റ് മീൻസ് 50% 5,000 രൂപ എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. 5,000 രൂപ എന്താണ്? ഫോറിൻ ഇൻകം ആണ് അല്ലെ? സോ ഇനി നോക്കാം നമുക്ക് ഉണ്ടോ ഇതിനകത്ത്. ഫസ്റ്റ് കേസ് ആണ് പറയുന്നത്, ഫസ്റ്റ് വൺ. സോ ഇതിനകത്ത് ഫസ്റ്റ് കേസിൽ 5,000 രൂപ ഇന്ത്യൻ ഇൻകം ആണ്, 5,000 രൂപ ഫോർ. ദാറ്റ് മീൻസ് ഉണ്ടോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ദാറ്റ് മീൻസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എത്ര വരും ടാക്സബിലിറ്റി? എൻറ്റയർ 10,000 ടാക്സബിൾ ആയിരിക്കും അല്ലെ?
Then resident but not ordinarily resident ആണെങ്കിലോ? Resident but not ordinarily resident. No. So resident but not ordinary resident foreign income അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണ്. ഒരു ഫോറിൻ ഇൻകം ടാക്സബിൾ ആകും. എപ്പോഴാണ് അത്? ബിസിനസ് ആണെങ്കിൽ കൺട്രോൾ ഫ്രം ഇന്ത്യ, പ്രൊഫഷൻ ആണെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ബാക്കി സെനാരിയോയിലെല്ലാം എന്താണ്? ഫോറിൻ ഇൻകം എന്താണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ അല്ല. ബട്ട് ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ. ഈ 10,000-ൽ 5,000 എന്താണ്? ഇന്ത്യൻ ഇൻകം ആണ്. സോ ദാറ്റ് മീൻസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡന്റിനും എത്ര ടാക്സബിൾ ആകും? ഈ 10,000-ല് ഇന്ത്യയിൽ കിട്ടിയ 5,000 കേട്ടോ. സോ നേരത്തെ മാതുഷ ചോദിച്ച ഡൗട്ടിനുള്ള എക്സാമ്പിൾ ആണ്. സോ ദാറ്റ് മീൻസ് ഇൻകം എവിടെ കിട്ടാലും ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ അതെന്താണ്? ഇന്ത്യൻ ഇൻകം. ഏത് കാറ്റഗറി വരും? റിസീവ്ഡ് ഇൻ ഇന്ത്യ. അക്രൂ ചെയ്യുന്ന അബ്രോഡ് ആണെങ്കിലും റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇന്ത്യൻ ഇൻകം. Then next one, second one, income from a business in Chennai. So business ചെന്നൈയിലാണെങ്കിൽ അക്രൂ ചെയ്യുന്ന എവിടെയാണ്? ബിസിനസ് ചെന്നൈയിലാണെങ്കിൽ സോ ഇവിടെ ഇന്ത്യയിൽ അക്രൂ ചെയ്താൽ or is deemed to be accrue or arise, ഇന്ത്യയിലാണ് അറൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് പിന്നെ 50% എടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടാവുകയുണ്ടോ? ഇതിന് നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് പോലെ തന്നെ തെറ്റിക്കാനായിട്ട് എന്താണ്? 50%. സോ ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇൻകം. സോ ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ എന്താണ്? സെക്കൻഡ് വൺ ഇന്ത്യൻ ഇൻകം ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഒന്നും നോക്കാനില്ല. ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. So that means entire 20,000 because it is an എന്താണ്? ബിസിനസ് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ചെന്നൈയിൽ നടക്കുന്ന ബിസിനസ്സിന് എന്താണ്? ഇന്ത്യയിൽ കിട്ടിയാലും ഇന്ത്യക്ക് പുറത്ത് കിട്ടിയാലും. സോ ദാറ്റ് മീൻസ് റിസീവ്ഡ് അബ്രോഡ് ആണെങ്കിലും അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് എന്താണ്? കംപ്ലീറ്റ് entire 20,000 is an Indian income. Then third one, short term capital gain on sale of shares of an Indian company. So that means എന്താണ്? അക്രൂ അറൈസ് ഇൻ ഇന്ത്യ. റിസീവ് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്ത് കൊണ്ട് വെച്ചുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇൻകം. സോ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ irrespective ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. Then dividend from British company received in London. So that means ഇത് എന്തുണ്ടോ? നമ്മൾ എപ്പോഴും നോക്കണം ഇത് എന്ത് ഇൻകം ആണ്? ബ്രിട്ടീഷ് കമ്പനിയുടെ ഡിവിഡൻഡ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? അക്രൂ ഇൻ അബ്രോഡ് ആണ്. റിസീവ് ചെയ്യുന്ന എവിടെയാണ്? ലണ്ടനിൽ തന്നെയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പക്കാ ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകം ആർക്ക് മാത്രമാണ് ടാക്സബിൾ ആകുന്നത്? ഫോറിൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ, ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ബട്ട് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ബാക്കി രണ്ടു പേർക്കും എന്താണ്? ടാക്സബിൾ അല്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് അറ്റ് ജർമ്മനി. സോ ജർമ്മനിയിലുള്ള പ്ലാന്റ് വിറ്റു. സോ ദാറ്റ് മീൻസ് എന്താണ്? അക്രൂ ചെയ്യുന്ന അബ്രോഡ് ആണ്. ഇന്ത്യൻ ഇൻകം ആണെങ്കിൽ ഒറ്റ സെനാരിയോൾ എന്താണ്? റിസീവ് ചെയ്യുന്ന അതിനകത്ത് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് എന്താണ്? ഈ 40,000-ല് 20,000 ഫോറിൻ ഇൻകവും 20,000 ഇന്ത്യൻ ഇൻകം ആണ് അല്ലെ? സോ ദാറ്റ് മീൻസ് എന്താണ്? കംപ്ലീറ്റ് ഫോറിൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഓൺലി ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡൻസ്. ക്ലിയർ ആണോ? Next one, income earned from business in Germany which is controlled from Delhi. Which is controlled from Delhi. Income earned from a business in Germany which is controlled from Delhi. So അതിനകത്ത് എന്താണ്? 40,000 received in India. So very ഏറ്റവും controlled from Delhi. ഇതൊരു ആൻസർ. Income earned from a business in Germany which is controlled from Delhi. Okay. So ഇന്ത്യയിലല്ല വരുന്നത്. ഇന്ത്യൻ ഇത് ആക്ച്വലി എന്താണ്? മൊത്തം 70,000 ഉണ്ട്. അതിൽ നമുക്ക് എന്ത് പറയാം? ആക്ച്വലി 40,000 ഇന്ത്യൻ ഇൻകം ആണ്, 30,000 ഫോറിൻ ഇൻകം ആണ്. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൺട്രോൾഡ് ഫ്രം ഡൽഹി. സോ ദാറ്റ് മീൻസ് എൻറ്റയർ 70,000 ആർക്ക് ടാക്സബിൾ ആണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു മേജർ പോയിന്റ് വരുന്നത്. ഇവിടെ എത്ര വരും? 70,000 ബിക്കോസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഒരു ഫോറിൻ ഇൻകം. സോ ഇവിടെ ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾഡ്. സോ ഇൻകം എൻഡ് ഫ്രം ബിസിനസ് ഇൻ ജർമ്മനി വിച്ച് ഈസ് കൺട്രോൾഡ് ഫ്രം ഡൽഹി.
ഓക്കെ. സോ ഇതിനകത്ത് ഒരിക്കലും എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ അല്ല, ഇൻകം റിസീവ് ചെയ്യുന്നതും എന്താണ് അതിൽ 40,000 രൂപ മാത്രമാണ് ഇന്ത്യയിൽ, അത് മാത്രമാണ് ഇന്ത്യൻ ഇൻകം, ബാക്കിയെല്ലാം എന്താണ് ഫോറിൻ ഇൻകം ആണ്. പക്ഷേ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എന്താണ് ഒരു ഫോറിൻ ഇൻകം ടാക്സബിൾ ആവും. ഏതാണ് ആ ഫോറിൻ ഇൻകം? ഇൻകം ഫ്രം എ ബിസിനസ് കൺട്രോൾ ഫ്രം ഇന്ത്യ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ബാക്കി കേസിൽ എന്താണ് ടാക്സബിൾ ആകില്ല. ദെൻ നോൺ റെസിഡന്റ് എത്ര വരും പറയാം? നോൺ റെസിഡന്റ് എത്ര ആയിരിക്കും വരിക? 40. ക്ലിയർ അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 78 ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ളതിന് മാർക്ക് കിട്ടില്ല. ബേസ് ഇതെല്ലാം ഉണ്ട്. ഈ 2 ചാപ്റ്ററിൽ നമുക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വേണ്ടാണ്, ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ഡൽഹി ബട്ട് മാനേജ് എൻറ്റയർലി ഫ്രം ലണ്ടൻ. സോ ബിസിനസ് എവിടെയാണ്? ബിസിനസ് എവിടെയാണ്? ഡൽഹിയിലാണ്. ദാറ്റ് മീൻസ് എന്താണ് അക്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ ഇൻകം ആണ്. എൻറ്റയർ 15,000 ഈസ് ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ബിക്കോസ് അതെന്താണ് ഡൽഹിയിലാണ് നടക്കുന്നത്, ഇന്ത്യൻ ഇൻകം ആണ്. നെക്സ്റ്റ് വൺ. Income from a house property in London deposited in a bank at London brought to India computed 50,000. Income from a property in London deposited in a bank at London. എന്തായിരിക്കും ഇത്? എന്ത് ഇൻകം ആണ്? ഫോറിൻ ഇൻകം അല്ലെ? സോ ഫോറിൻ ഇൻകം ആണെങ്കിൽ ടാക്സബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ഫോറിൻ ഇൻകത്തിന് global income is taxable for all. Sorry, global income is taxable for resident and ordinary resident, but രണ്ടുപേർക്കും എന്താണ് taxability attract ചെയ്യില്ല. Only for resident and ordinary resident. Okay, so here അല്ല 50,000 അല്ലേ? Next one. എന്ത് ഇൻകം ആണെന്ന് കണ്ടുപിടിക്കണം. Then ഒരേ ഒരു കാര്യത്തിൽ ഇത് മാത്രമാണ് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു വരേണ്ടത്, ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ആണ്. ഇത് മാത്രമാണ് ഒരേ ഒരു ഫോറിൻ ഇൻകം, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനൂടെ ടാക്സബിൾ ആകും. നെക്സ്റ്റ് വൺ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ലണ്ടൻ. സോ ആളുടെ എവിടെ കമ്പനി, എന്ത് കമ്പനിയാണ്? ഇന്ത്യൻ കമ്പനിയാണ്. സോ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്താണ്? അക്രൂ. റിസീവ് ചെയ്യുന്ന അബ്രോഡ് ആണെങ്കിലും അക്രൂ ചെയ്യുന്ന ഇന്ത്യയിലാണ്. സോ ഇന്ത്യൻ ഇൻകം ആണ്. ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. Indian income is taxable for all irrespective of residential status. Then fee for technical service rendered in India but received in London. So technical service ഇന്ത്യയിൽ ആണെങ്കിൽ എന്താണ്? deemed to be accrue or arise in India. That means എന്താണ്? deemed to be accrue or arise in India is an Indian income. Therefore entire 8,000 is taxable for all irrespective of residential status. അതിനുവേണ്ടിയാണ് ഡീമിംഗ് പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് റിസീവ് ചെയ്യുന്ന അബ്രോഡ് ആണെന്ന് പറഞ്ഞാൽ അത് ഫോറിൻ ഇൻകം ആകില്ല. എവിടെ വരും? പ്രോഫിറ്റ് ഫ്രോം എ ബിസിനസ് ഇൻ മുംബൈ മാനേജ് ചെയ്യുന്ന ലണ്ടനിൽ നിന്നാന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതെന്താണ്? ഇന്ത്യൻ ഇൻകം. സോ എമൗണ്ട് വരുന്ന എൻറ്റയർ 26,000 വിൽ ബി ടാക്സ്ഡ്. ഇന്ത്യൻ ഇൻകം ആയതുകൊണ്ട് എല്ലാവർക്കും 26,000. 26,000. Okay. Then next one. Income from a property situated in Nepal. The computer that means 24 cos A. So നമ്മൾ നേപ്പാളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ റിസീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അസംഷൻ എന്താണ്? നേപ്പാളിൽ തന്നെ റിസീവ് ചെയ്തു. നേപ്പാളിലുള്ള ഒരു പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അതിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് റെന്റ് കിട്ടി, നേപ്പാളിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് എന്ത് ഇൻകം ആണ്? ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകം ഈസ് ടാക്സബിൾ ഓൺലി ഫോർ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. കമ്പ്യൂട്ടർ ആണ്, അതുകൊണ്ട് 16,000. ബാക്കി രണ്ടുപേർക്കും എന്താണ്? ഫോറിൻ ഇൻകം ടാക്സബിൾ അല്ല. Past foreign untaxed income brought to India during the previous year 5,000. ഇത് ഏത് സെനാരിയോ ആണ്? ഏതോ പ്രീവിയസ് ഇയറിൽ ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ വെച്ചിട്ട് ടാക്സബിൾ അല്ലായിരുന്നു. സോ പല കാരണങ്ങൾ കൊണ്ട് ടാക്സബിൾ അല്ലായിരുന്നു.
ബട്ട് ബ്രോഡ് ടു ഇന്ത്യ പ്രീവിയസ് ഇയറിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എന്താണ് ഓൾറെഡി എന്താണ് ഏതോ പ്രീവിയസ് ഇയറിൽ ഇൻകം ടാക്സ് പോർഷൻ പ്രകാരം അസസ് ചെയ്താണ് ഇന്ത്യയിലേക്ക് ബ്രോഡ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അത് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യോ ഇല്ലയോ പാസ്റ്റ് ഫോറിൻ അൺടാക്സ്ഡ് ഇൻകം ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്തായിരിക്കും ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യോ ഇല്ലയോ ഇല്ല അല്ലെ സോ ദാറ്റ് മീൻസ് അതിന്റെ എന്താണ് വരുന്നത് ആർക്കും വരില്ല ബിക്കോസ് ഏതോ പ്രീവിയസ് ഇയറിലെ ഇൻകം ബ്രോഡ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ അതെന്താണ് ടാക്സബിലിറ്റി ആർക്കും അട്രാക്ട് ചെയ്യുക ബിക്കോസ് ഇറ്റ്സ് നോട്ട് ആ ഇൻകം ഏതോ പാസ്റ്റ് ഇയറിലെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് ഇൻ നേപ്പാൾ ആൻഡ് റിസീവ്ഡ് ദെയർ ആൻഡ് ദെൻ ബ്രോഡ് ടു ഇന്ത്യ 18,000 അവിടെയാണ് റിസീവ് ചെയ്തതും നേപ്പാളിലുള്ള അഗ്രികൾച്ചർ ഇൻകം നേപ്പാളിൽ കിട്ടിയാൽ എന്താണ് ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ ദെൻ ബ്രോഡ് ടു ഇന്ത്യ അത് നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യേണ്ട അതൊരു ഫോറിൻ ഇൻകം ആണ് ഫോറിൻ ഇൻകം ആർക്ക് മാത്രം ടാക്സബിൾ ആകും ഫോറിൻ ഇൻകം ടാക്സബിൾ only for resident and ordinarily resident so 18,000 രൂപ ആർക്ക് മാത്രം ടാക്സബിൾ ആകും റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റിന് മാത്രം next one income from profession in Kenya and which was set up in India so no business പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരേ ഒരു കാര്യം income from profession which was set up in India received there but spent in India no so income എന്താ പ്രൊഫഷൻ കെനിയയിലാണ് ഇൻകം റിസീവ് ചെയ്യുന്ന അവിടെയാണ് ദാറ്റ് മീൻസ് അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻകം ആയിരിക്കും പ്രൊഫഷൻ ഇന്ത്യയിലാണ് സോറി കെനിയയിലാണ് ആൻഡ് amount also received there foreign income ആണ് ബട്ട് ആ പ്രൊഫഷൻ സെറ്റപ്പ് ഇന്ത്യയിലുണ്ട് ആർക്ക് കൂടെ ടാക്സബിൾ ആകും അല്ലെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി എന്ത് ഇൻകം വന്നാലും ടാക്സബിൾ ആണ് then resident but not ordinary resident taxable because profession was set up in India non-resident taxability attract because it is a foreign income രണ്ട് തവണ നോക്കുന്ന ഒരു ക്വസ്റ്റ്യനില് ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ബാക്കിയെല്ലാം നമുക്ക് നോർമൽ വേയിൽ ചിന്തിച്ചാൽ ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരുന്നതാണ് ഇതേ ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ച് സോ നേരെ തിരിച്ചൊക്കെ അവരിടും ഇന്ത്യയിലാണ് അബ്രോഡ് എന്ന് പറയും ഇന്ത്യയില് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല നേരെ തിരിച്ചിട്ടിട്ട് സ്റ്റുഡൻസ് നോർമലി അവിടെ ഒന്ന് തെറ്റിക്കാറുണ്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ഡെപ്പോസിറ്റ് ഇൻ SB ഇൻ ഇന്ത്യ സോ എവിടെയാണ് കിട്ടിയത് ഇൻട്രസ്റ്റ് ഇന്ത്യയിലാണ് അല്ലെ സോ ദാറ്റ് മീൻസ് അതെന്താണ് ഇന്ത്യൻ ഇൻകം ആണ് ഇന്ത്യൻ ഇൻകം ഇസ് ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്ടീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സോ ഇവിടെ സ്റ്റുഡൻസ് പഠിച്ച് കുറച്ചുകൂടെ ഇത് SB അക്കൗണ്ട് അല്ലേ സോ TDSും അവിടെ ആർട്ടിക്കൽഷിപ്പിന് പോകുന്നവർക്കാണ് ഇതിനകത്ത് ഒരുപാട് പ്രശ്നം ഈ പറയുന്നത് TDS ഡിഡക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SB അക്കൗണ്ട് ഇൻട്രസ്റ്റില് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല എന്നല്ല നമ്മൾ ഇൻഡെപ്ത് 80 ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പൊ റൈറ്റ് നൗ നമുക്ക് എന്താണ് അറിയേണ്ടത് ടാക്സബിൾ ഇൻകം ആണോ അല്ലയോ പിന്നീടുള്ള ഡിഡക്ഷൻ ഗ്രോസിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ഒക്കെ പിന്നീട് നമുക്ക് നോക്കാം സോ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന ഇന്ത്യയിലായത് അതൊരു ഇന്ത്യൻ ഇൻകം ആണ് അത് SB അക്കൗണ്ടിൽ നിന്നാണെങ്കിലും FD അക്കൗണ്ടിൽ നിന്നാണെങ്കിലും റെക്കറിംഗ് ഡെപ്പോസിറ്റ് നിന്നാണെങ്കിലും എല്ലാം എന്താണ് ഇറ്റ് ഈസ് ആൻ ഇൻകം ഇന്ത്യൻ ഇൻകം അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാം റൈറ്റ് നൗ ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ഫോർ ഓൾ ഇൻകം ഫ്രം ബിസിനസ് ഇൻ റഷ്യ കൺട്രോൾഡ് ഫ്രം റഷ്യ സോ റഷ്യയിലുള്ള ബിസിനസ് ആണ് കൺട്രോൾ ചെയ്യുന്ന റഷ്യയിലായത് എന്താണ് അതൊരു ഫോറിൻ ഇൻകം ആണ് ആർക്ക് മാത്രം ടാക്സബിൾ ആകും റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ബിക്കോസ് കൺട്രോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ നോൺ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻസിന് കൂടെ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്തേനെ ഇവിടെ എന്താണ് കൺട്രോൾ ഔട്ട്സൈഡ് ആയതുകൊണ്ട് എൻറ്റയർ 20,000 ആർക്ക് മാത്രം ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ഡിവിഡൻഡ് ഫ്രം റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ് ആണ് ഇന്ത്യൻ കമ്പനി സോ ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് എന്താണ് ഇന്ത്യൻ ഇൻകം ആണോ ഫോറിൻ ഇൻകം ആണോ ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ ഇറസ്പെക്ടീവ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്
Last one. Agricultural income from a land in Rajasthan. Agriculture as an Indian income, agricultural income fully exempted under section 10 subsection 1. Under section 10 subsection 1 fully exempted ആണ്. Therefore, ആർക്കും taxability attract ചെയ്യില്ല. So, കണ്ടുപിടിക്കാം ആഡ് ചെയ്ത് ടോട്ടൽ ഇൻകം എത്രയൊക്കെ വരുമെന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇൻകം. സോ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ടോട്ടൽ ഇൻകം എത്രയാണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ടോട്ടൽ ഇൻകം, നോൺ റെസിഡന്റ് ആണെങ്കിലുള്ള ടോട്ടൽ ഇൻകം. കിട്ടിയ ആൻസർ. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എത്ര? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റെഡി 3,52,000. 3,52,000. Then ഇതിലേക്ക് വരുമ്പോഴത്തേക്കും 20,000 കുറയും. Then 18,000 കുറയും, ഒരു 16,000 കുറയും, then ഒരു 50,000 കുറയും. അവിടെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് 2,18,000 അല്ലേ? 2,18,000. അതേപോലെ തേർഡ് വൺ എത്രയ്ക്കും 1,83,000. Then next question. Mr. R, an Indian citizen, left India on 22/9/22 for the first time. So previous year as an officer of a company. That means so previous year first time പോകുന്ന എന്താണ്? എംപ്ലോയ്മെന്റിന് അബ്രോഡ് പോകുന്നുണ്ട്. ഡിറ്റർമൈൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ഈ കേസിൽ റാം ഇസ് എൻ ഇൻഡിവിജ്വൽ. ഈ കേസിൽ എന്താണ് കൺസിഡർ ചെയ്ത്, എന്ത് കൺസിഡർ അല്ലെങ്കിൽ എന്ത് മാത്രം കൺസിഡർ ചെയ്തിട്ടായിരിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അല്ലെ? സോ ഫസ്റ്റ് കണ്ടീഷനിലെ ബേസിക് കണ്ടീഷനിൽ ആദ്യത്തെ എക്സെപ്ഷൻസ് 3 കേസിലുള്ള ഒരു കേസാണ് അല്ലെ? സോ ഇതെന്താണ്? റെസിഡന്റ് ഇഫ് he has in India for a period of 182 days or more during previous year. Okay. So previous year എത്ര ദിവസമൊക്കെ ഉണ്ട് അയാള്? പ്രീവിയസ് ഇയറില് എന്നാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്? 9ാം മാസം 22. സോ ദാറ്റ് മീൻസ് 9ാം മാസം എത്ര ദിവസമുണ്ട്? 22 ദിവസമുണ്ട്. സോ സെപ്റ്റംബറിലെ 22 ദിവസമുണ്ട്. ദെൻ ഒക്ടോബറിലോ? സെപ്റ്റംബർ 22 ദിവസമുണ്ട്. ദെൻ പുറകിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിന്റെ ഇതിലെടുത്താൽ മതി. അവിടുന്ന് പോവല്ലേ, ഇതിലേക്ക് വരുമല്ലോ. സോ ഫസ്റ്റ് എത്രയാണ്? 30 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. സോ എത്ര കിട്ടുന്നുണ്ട്? 175 days അല്ലെ? സോ 175 days ആണ് എന്താണ്? അയാളൊരു നോൺ റെസിഡന്റ് ആണ്. 197 ഉണ്ടോ? 175 days ആണുള്ളത്. സോ therefore നോൺ റെസിഡന്റ്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണോ നോൺ റെസിഡന്റ് ആയതുകൊണ്ട്? Next one, 10th question. Mr. D, a non-resident,
residing in US since 1990. Came back to India on 1/4/2021 for permanent settlement. What will be his residential status? For the assessment year 23-24. 23-24. So 1/4/2021 മുതൽ അയാൾ എന്താണ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. സോ പ്രീവിയസ് ഇയർ 22-23, പ്രീവിയസ് ഇയർ 22-23 അയാൾ എത്ര ദിവസം ഉണ്ട് ഇന്ത്യയില്? കംപ്ലീറ്റ് അല്ലെ 365 ദിവസം. ദാറ്റ് മീൻസ് മോർ ദാൻ 182 days ആണ്. സോ അതുകൊണ്ട് അയാൾ എന്താണ്? റെസിഡന്റ് ആണ്. സോ റെസിഡന്റ് ആണെങ്കിൽ ചുമ്മാ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? ഇൻഡിവിജ്വലോ HF ആണെങ്കിൽ എന്തുകൂടെ നമ്മൾ പറയണം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയണം അല്ലെ. സോ 1/4/21 മുതലാണ്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയർ 21-22 അയാൾ എന്താണ് 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാകും. സോ അയാള് പ്രീവിയസ് ഇയറിന്റെ ബേസിസിൽ റെസിഡന്റ് ആണ്. ദെൻ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയാനായിട്ട് എന്ത് നോക്കണം? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തില് ഏതെങ്കിലും 2 വർഷം അയാള് റെസിഡന്റ് ആവണം. ആവുമോ? അയാൾ എന്താണ് 1 വർഷം അതിനു മുമ്പ് ഇന്ത്യയിലേ ഇല്ല. സോ ദാറ്റ് മീൻസ് ഈ പ്രീവിയസ് ഇയറിൽ 365 ദിവസം റെസിഡന്റ് ആണെങ്കിൽ എന്താണ് 2 വർഷം ആകില്ല. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആൻഡ് എത്ര ദിവസം ഉണ്ടാകണം? 730 days ഉണ്ടോ? ആകെ എത്രേ ഉള്ളൂ? 365 ദിവസമേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്? എക്സ്ട്രാ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് റെസിഡന്റ് ബട്ട് സ്റ്റാറ്റസ് എന്താണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ബിക്കോസ് ബേസിക് കണ്ടീഷനിലെ 182 days കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അഡീഷണൽ കണ്ടീഷനിലെ 2 വർഷം 10 വർഷത്തിലെ 2 വർഷം റെസിഡന്റ് ആണെന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 7 വർഷം അഗ്രിഗേറ്റ് 730 days or more എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. therefore is a resident but not ordinarily resident. Resident but not ordinarily resident. Then next question. Ramesh and Suresh are brothers and they are earned the following income during the financial year 2022-23. Ramesh settled in Canada in the year of 1996 and Suresh is settled in Delhi. So Ramesh എന്താണ് ഇവിടെ ഈ കേസില്? രമേശ് നോൺ റെസിഡന്റ് ആണ്, സുരേഷ് റെസിഡന്റ് ആണ്. സോ രമേശ് നോൺ റെസിഡന്റ് ആണ്, സുരേഷ് റെസിഡന്റ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നമ്മൾ എന്താണ് ഇൻസിഡൻസ് ഓഫ് ഇൻകം ആണ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾ ഇവിടെ തന്നെ ആൻസർ പറയാം. ഇൻട്രസ്റ്റ് ഓൺ കാനഡ ഡെവലപ്മെന്റ് ബോണ്ട്. അതെന്ത് ഇൻകം ആണ്? ഇൻട്രസ്റ്റ് ഓൺ കാനഡ ഡെവലപ്മെന്റ് ബോണ്ട് അത് ഫോറിൻ ഇൻകം ആണ്. അതിൽ 50% ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. സോ 50% ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ അതെന്താവും? ഇന്ത്യൻ ഇൻകം. 35,000-ന് 50% എത്ര വരും? 17,500 ആർക്ക് ടാക്സബിൾ ആകും? രമേശിന്. സുരേഷോ ഇന്ത്യൻ റെസിഡന്റ് ആയതിന്റെ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ എൻറ്റയർ 40,000. ക്ലിയർ ആണോ? Then dividend from foreign company received in British company received in London. അത് എന്ത് ഇൻകം ആണ്? ഫോറിൻ ഇൻകം ആണ് അല്ലെ. ഫോറിൻ ഇൻകം ആണെങ്കിൽ നോൺ റെസിഡൻസിന് ടാക്സബിൾ അല്ല. റെസിഡന്റിന് ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ. ഓക്കെ അല്ലേ? തേർഡ് വൺ. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ നാഗ്പൂർ ബട്ട് മാനേജ് ഉണ്ടോ? നാഗ്പൂർ ദാറ്റ് മീൻസ് എന്താണ്? അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ ഫോർ ഓൾ irrespective of residential status. Irrespective of residential status. Then short term capital gain sale of shares of Indian company received in India. So that means entire Indian income 60,000, 90,000. Then income from a business in Chennai, Indian income 80,000, 70,000. Then fee for technical services rendered in India but received in Canada. So rendered in India. So rendered in India deemed to be accrue or arise in India. That means an Indian income. Indian income entire 1 lakh ആർക്ക് taxable ആണ്? Non resident ആണെങ്കിൽ പോലും taxable ആണ് because it is an Indian income.
Interest on savings deposit in UCO Bank Delhi. So Indian income 7,000, 12,000. Then agricultural income from a land situated in Andhra Pradesh. So then the agricultural income 10 subsection 1 prakaram India land 10 subsection 1 prakaram fully exempted. Then rent received in respect of house property in Bhopal. Rent received in respect of house property in Bhopal. So computed on the computed. So computer anagil Bhopal house property rent Indian income or foreign income. Indian income is taxable for all irrespective of residential status. The computer house property already Ariana, but house property Indian our deduction another. So total and total 4,64,500 for the Sir, Indian income rent received in respect of house property in Bhopal. Doubt Bhopal were a country. Bhopal Nepal. Bhopal India. Property in India. Bhopal. Nepal. India is situated in property in India. Nepal. Okay, sir. Okay. That's like Bhutan. Okay. Then next, the right here, no? $4,32,000. Examine the correctness or otherwise of the statement. Income deemed to accrue rise in India to a non-resident by way of interest from our royalty and fees for technical services is to be taxed irrespective of territorial nexus. So next question is examine whether with the reason whether the following transaction attract income tax. So problem 12 in the true one because income deemed to be accrue or arise in India. Section 9 subsection 1 clause 5 6 7 problem 12 non-residents in the case interest royalty and fee for technical services is taxed there because it is deemed to be accrue or arise in India. Then other 13th question salary payable by a central government to Mr. J, a citizen of India for services rendered outside India. Okay. So 9 subsection 1 clause 3 pragaram salary payable. So Indian citizen government outside India service taxable India allowance perquisite exemption. Then interest on money borrowed from outside India while by a non-resident for the purpose of business within India. No. So India business section 9 subsection 1 clause 5 deemed to be accrue or arise India taxable deemed to be accrue or arise in India taxable. Then third one, post office savings interest. Post office savings interest. Savings back 19,000 received by a resident as age 46.
സോ ദ ടാക്സബിൾ ആണ്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതിനകത്ത് ഒരു 2 സെക്ഷൻ കയറി വരും. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 സെക്ഷൻ 80 TTA നമ്മളത് മൊത്തം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. സോ ഇപ്പൊ നമുക്ക് റൈറ്റ് നൗ എന്ത് പറയാം, ഇറ്റ് ഈസ് ടാക്സബിൾ. ബട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിനകത്തൊരു ഡിഡക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നു. Then next one, fourth one, royalty paid by a resident to a non-resident in respect of business carried outside India. In respect of business carried outside India. Section 9 subsection 1 clause 6. So royalty case royalty paid by a resident to a non-resident. A resident non-resident കൊടുത്താൽ business outside India ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്ന outside India ഇൻകം ഏൺ ചെയ്യാനാണെങ്കിൽ എന്താണ്, not taxable. The last one. Fourth one, legal charges of rupees 5 lakh paid in India to a lawyer of United Kingdom who visited India to represent a case in Delhi High Court. Taxable. Clearly. No. So നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടല്ലോ അല്ലെ. ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകം, അതിന്റെ ബേസിസിലാണ് എന്ത് വരുന്നത്, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. ദെൻ സോ ഇന്ത്യൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിസീവ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അക്രൂ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഡീം ടു ബി റിസീവ്ഡ് നോക്കണം, അല്ലെങ്കിൽ ഡീം ടു ബി അക്രൂ നോക്കണം. സോ ഡീം ടു ബി റിസീവ്ഡ് സാലറിയിൽ മാത്രം 3-4 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരുന്നത്. ബട്ട് ഡീം ടു ബി അക്രൂ റൈസ് ഇൻ ഇന്ത്യ എന്താണ്, 9 സബ്സെക്ഷൻ 1 ക്ലോസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5, 6, 7 വരെ ഉണ്ട്. സോ ഉണ്ട് നോക്കണ്ട, കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഇതാണ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ഫോറിൻ ഇൻകത്തില് ഇഫ് ബിസിനസ് കൺട്രോൾ ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്താണ്, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടല്ലോ അല്ലെ? ഇപ്പം ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഡേ നോട്ട്സ് തന്നതിനകത്തൊരു കാര്യം കൂടെ വന്നു. നമുക്ക് നമ്മുടെ ബേസിക്കിനകത്ത് നമ്മുടെ സർചാർജിനകത്ത് ഒരു അമെന്റ്മെന്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു അമെന്റ്മെന്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് സോ അതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ എല്ലാം തന്നെ വരും. അതായത് സെക്ഷൻ 111A കൂടാതെ 112, 112Aയും കൂടെ വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതിൽ അസസ്മെന്റ് ഇയർ 23-24 ആകുമ്പോഴത്തേക്കും ഒരു അമെന്റ്മെന്റ് കൂടെ വന്നിട്ടുണ്ട്. സെക്ഷൻ നമ്മുടെ ലാസ്റ്റ് ഡേ നോട്ടിൽ തന്നിട്ടുണ്ട് ഞാൻ. 111A അത് കൂടാതെ 112 കൂടെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സോ 111Aയും 112Aയും മാത്രമല്ല, ക്യാപിറ്റൽ ഗെയിൻ എല്ലാം, ക്യാപിറ്റൽ ഗെയിൻസ് എല്ലാം തന്നെ വരും. സോ നമുക്കുണ്ടോ അപ്പൊ 3 സെക്ഷൻ എല്ലാം അതേപോലെ തന്നെയാണ്. ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് 112A 112ഉം വരുന്നുണ്ട്, 111Aയും വരുന്നുണ്ട്. സോ ലാസ്റ്റ് ഡേ ഞാൻ ഗ്രൂപ്പില് നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു നമ്മുടെ അസസ്മെന്റ് ഇയർ 22-20 ഇവരില്ലായിരുന്നു, 23-24 ആകുമ്പോഴത്തേക്കും എന്ത് കൂടെ ഇൻക്ലൂഡഡ് ആണ്, സെക്ഷൻ 112 കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ ബാക്കിയെല്ലാം അതേപോലെ തന്നെ നമുക്ക് എന്താണ് 3 കാറ്റഗറി ആണുള്ളത്. ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം including dividend, then the capital gains എല്ലാം തന്നെ വരും. That means 111A 112A ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത, 112 കൂടെ കയറി വരും. Then total income including dividend 50 lakh exceed ചെയ്തു up to 1 CR. Okay, so രണ്ടും എത്രയാണ്, 10%. Then total income including dividend income and capital gain. Capital gain ഇല്ല. സോ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ അസസ്മെന്റ് ഇയറിൽ ഒന്നുകൂടെയാണ് കയറി വരുന്നത്, സെക്ഷൻ 112 കൂടെ കയറി വരുന്നുണ്ട്. സോ അവിടെ എന്താണ്, exceeds 1 crore but not exceed 2 crore. ആ കേസിൽ exceed 1 CR up to 2 crore എന്താണ് 15% ആണ്, 15%. Then total income exceeds
ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, പിന്നെ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഡിവിഡൻഡ് ഇൻകം ക്യാപിറ്റൽ ഗെയിൻ. അവിടെ എക്സ്ട്രാ ഇൻക്ലൂഡ് വരും, 112 കൂടെ കയറി വരും. exceeds 2 crores but does not exceed. So total income excluding dividend, then capital gains എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സെക്ഷൻ 112 കൂടെ വരും എക്സ്ട്രാ ആയിട്ട്. So exceeds 2 crores but does not exceed 5 crore. Okay. So ഇവിടെ എന്താണ് ഈ പറയുന്ന ഇൻകത്തിന് 15%, അതേഴ്സിന് 25%. അവിടെ എന്തുകൂടെ വരും? എക്സ്ട്രാ ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112 കൂടെ വരും. ദെൻ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് ഡിവിഡൻഡ് അങ്ങനെയുള്ളത് ഗ്രേറ്റർ ദാൻ 5 crores. Okay. So no, section 111A സെക്ഷൻ 112 കൂടെ വരും. 112A ഡിവിഡൻഡ് ഈ ഇൻകത്തിനെല്ലാം എത്ര മാക്സിമം എത്ര വരെ വരത്തുള്ളൂ? 15%. ദെൻ അതേഴ്സിന് 37%. ദെൻ എന്താണ് ഈ കാറ്റഗറി? ഇതിൽ രണ്ടിലും പെടുന്നില്ല എങ്കിൽ എത്രയാണ്? മാക്സിമം 15%. നമ്മൾ ഡിസ്കസ് ചെയ്ത ബാക്കി എല്ലാം സെയിം ആണ് വരുന്നത്. എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ടതാണ് 112 കൂടെ ക്യാപിറ്റൽ ഗെയിൻ ഉള്ള കേസിൽ 112 കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സർചാർജില്. സോ ലാസ്റ്റ് ഇയർ നമ്മുടെ അസസ്മെന്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് വരെ ഡിവിഡൻഡ് 111A 112A ഉള്ളായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് അസസ്മെന്റ് ഇയർ 23-24 മുതൽ ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112 കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. സോ നമ്മൾ ചെയ്ത പ്രോബ്ലത്തില് ഒരിടത്ത് ചെറിയൊരു വ്യത്യാസം വരും. ക്ലിയർ ആണത്? ഒരു പ്രോബ്ലത്തില് വ്യത്യാസം വരും നമ്മൾ ലാസ്റ്റ് ഡേ ചെയ്തതില്. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. A aged 40 resident in India has total income. Okay. So total income എത്രയാണ്? 4 crores 50 lakhs ഉണ്ട്, comprising of long term capital gain under section 112 എത്രയാണ് വരുന്നത്? 55 lakhs. Then പിന്നെ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A എത്രയാണ് വരുന്നത്? 65 lakhs. Then others 3 crores 30 lakhs. So നമ്മൾ ടാക്സ് ലയബിലിറ്റി എന്താണ് കണ്ടുപിടിക്കുന്നത്? കമ്പ്യൂട്ട് ഹിസ് ടാക്സ് ലയബിലിറ്റി. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്? 112ന്റെ റേറ്റ് എത്രയാണ്? ഫ്ലാറ്റ് റേറ്റ് എത്രയാണ്? 112ന് 20% അല്ലേ? ദെൻ 111A ടാക്സ് റേറ്റ് വരുന്നത് 15%. ഇവിടെ സ്ലാബ് റേറ്റ്. Okay. Then so computation of tax liability. So particulars: amount in rupees. So under section 112, remember 55 lakhs in the 20%. Try to 11 lakh. Then under section 111A 65 lakh in the 15%. So 9,75,000. 9,75,000. Then which all എത്രയാണ്? 3 crores 30 lakhs. Okay. അതേഴ്സില് വരും അപ് ടു ഏജ് 40 ആയതുകൊണ്ട് അപ് ടു 2,50,000 നിൽ. then 2,50,000 to 5 lakh 5% വരുന്നത് 12,500 plus. then 5 lakh to 10 lakh 20%. so 5 lakh in that means വരുന്നത്
1 lakh, then 10 lakh മുതൽ മുകളിലേക്ക്. സോ 330 ലക്ഷം, അതിൽ നിന്ന് 320 ലക്ഷം, അതിന്റെ 30% വരും 96 lakhs. So total എത്ര കിട്ടി? 97,12,500 അല്ലേ? 97,12,500, then ഇത് 9,75,000, then ഇത് 11 lakh അല്ലേ? സോ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 78, 75. One crore 17,87,500 അല്ലേ? ദെൻ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? സർചാർജ്. നമുക്ക് ഇവിടെ ആയിരുന്നു ആ ഡിഫറൻസ് വന്നിരുന്നത്. നമ്മൾ ഇതിന്റെ 25 പ്രീവിയസ് ഇയർ വരെ ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ 25 ആക്ച്വലി ഇതിന്റെ രണ്ടിനും കൂടെ എത്രയേ വരത്തുള്ളൂ? രണ്ടിനും കൂടെ എത്രയാണ്? സോ രണ്ടിനും കൂടെ എത്രയാണ്? 15% വരുള്ളൂ. സോ എത്ര ടു ആൻസർ? ദെൻ റിമൈനിങ് ഇതിന് എത്ര വരും? റിമൈനിങ് ഏത് കാറ്റഗറിയാണ് വരുന്നത്? 2 crores to 5 crores ആണ് 25%. Try to know total surcharge എത്ര വരും? പ്ലസ് 9 15% കിട്ടും. ചാർജ് വരുന്ന 20,75,000 15% കിട്ടും. 3,11,250. റിമൈനിങ് 9,12,250 ഫിഗർ എഴുതുന്നത് 97 lakhs. 97,12,250. Then 97,12,250 25%. 97,12,500 ആണ്. 500 അതിന്റെ 25%. 97,12,500 അതിന്റെ 25% എത്ര വരും? 24,28,125. രണ്ടും കൂടെ ആഡ് ചെയ്യാം. പ്ലസ് 311,250 വരും. 27,39,375. then ആഡ് ചെയ്യാം. plus 11,78,75. So that 1 crore 45,26,875. തീർന്നോ? ഇതിനോട് എന്തുകൂടെ ആഡ് ചെയ്യണം? ആഡ് health and education cess. Add health and education set at the rate 4%. 5,81,075. Add 1 crore 45,26,875. 1 crore 51,07,950. സോ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ വരെ ഇല്ലായിരുന്നു. ബട്ട് ഈ വല്ല അമെന്റ്മെന്റിലൂടെ എന്താണ് സെക്ഷൻ 112 കൂടെ നമ്മുടെ അതായത് ഡിവിഡൻഡ് 111A, 112A ആൻഡ് 112 ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഗെയിൻ എല്ലാം തന്നെ ഓൾറെഡി 20% പല രീതിയിൽ ഫ്ലാറ്റ് റേറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം.
സോ അത് ഹയർ റേറ്റ് വേണ്ട, മാക്സിമം 15% വരെ ക്യാപിറ്റൽ ഗെയിൻസിനെല്ലാം എന്ന രീതിയിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അണ്ടർ സെക്ഷൻ 112 കൂടെ അതിനകത്ത് കയറിയത്. സോ അങ്ങനെ അതിന് 15% ആണ് സർചാർജ് വരുന്നത്. ടോട്ടൽ ടാക്സ് liability will amounts to 1,51,07,950. Clear? വീഡിയോസിൽ ഏതും കൂടെ എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്യാം. സോ നമുക്ക് റിമൈനിങ് പോർഷൻ നമുക്ക് സോ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രീ സെഷൻസ്. സോ ബേസിക് പ്ലസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു. സോ റിമൈനിങ് നമുക്ക് നെക്സ്റ്റ് ഒന്നുകിൽ എക്സാംപ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം സാലറി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ക്ലിയർ ആണോ അല്ലെ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഇൻകം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.